കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി പിന്നെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം വലിയനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാവകാശം ഒരുക്കി തന്നു. നമ്മള് കഴിഞ്ഞ ദിവസത്തിലൊക്കെയും നമ്മളുടെ വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലൂടെ ചില സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പകൽക്കാലവും നമുക്ക് കർത്താവിനാൽ അനുഗ്രഹീതായ ഒരു കർത്തദാസിയെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാം. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ദാനമായി തന്ന ദിവസമാണ്. ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതം ചിലവഴിക്കുവാനായിട്ട് ഇടയാകണം. സങ്കീർത്തനക്കാരൻ 27-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ദാവീദ് തന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ താൻ വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയപ്പോൾ താൻ ഇങ്ങനെ പറയുകയുണ്ടായി: അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. തന്റെ ജീവിതത്തിൻ്റെതായുള്ള ആ അനുഭവം, തന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെതായ ഹൃദയത്തിന്റെ ഉറപ്പാണ് താൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അവന്റെ സകല പ്രതികൂലങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്നു അവനെ ഉറപ്പിച്ചു. അതുകൊണ്ട് പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും കടന്നു പോകുന്ന, ഇന്ന് കേൾക്കുന്ന സാക്ഷ്യത്തിന്റെ മുൻപിൽ കടന്നു പോകുന്ന ദൈവമക്കൾ അനുഗ്രഹീതരായി തീരുവാൻ തക്കവണ്ണം ഒരു അനുഗ്രഹിക്കപ്പെട്ട അനേക ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്ത വിടുതലിന്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് സ്വാഗതം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗസ്റ്റിനെ നമുക്ക് ക്ഷണിക്കുന്നതിന് മുൻപായിട്ട് ഒരു വാക്ക് കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ദാവീദിന്റെ അനർത്ഥത്തിൽ കൂടെ ഇരുന്നവനെ സഹായിച്ച ദൈവം, ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ ഉരുവാകുന്നതിന് മുൻപേ ഞങ്ങളെ കണ്ടു. അന്നു മുതൽ ഇന്ന് വരെയും ഞങ്ങളെ ക്ഷേമത്തോടെ പരിപാലിച്ചു. അവിടുത്തെ കൃപയ്ക്കും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറഞ്ഞേൽപ്പിക്കുകയാണ്. ഇന്നീ പകൽവേളയെങ്കിൽ കർത്താവെ അങ്ങയുടെ ദാസി മിനി ബെന്നി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇത് അനേകർക്ക് ഒരാശ്വാസമായി ഭവിക്കുവാൻ കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് എല്ലാ കാര്യങ്ങളും ഉചിതമായി ചെയ്തെടുക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ദാസി മിനി ബെന്നിയാണ് ഇന്ന് നമ്മളോടൊത്ത് സാക്ഷ്യം പങ്കിടേണ്ടതിനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസി തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. തന്റെ ജീവിതത്തിൻ്റെതായ ബാല്യകാല അനുഭവങ്ങളും തന്റെ പഠന മേഖലകളെ, താൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളെ എല്ലാം തനിക്ക് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യുവാൻ അവസരങ്ങളുണ്ട്. അനേകർക്ക് ആശ്വാസമായി ഭവിക്കട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി സിസ്റ്റർ മിനി ബെന്നി കർത്താവിന്റെ നാമത്തിൽ സാക്ഷ്യ കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത സാക്ഷ്യവുമായി എൻ്റെ ജീവിതത്തില് സ്വർഗത്തിലെ ദൈവം ചെയ്ത നന്മകളെ, വലിയ സാക്ഷ്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുപോലൊരു മീറ്റിംഗ് മുന്നമേ സ്വർഗത്തിലെ ദൈവം കണ്ടതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഞാനും ആയിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന, വിടുവിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാ ഞാൻ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. ഞാൻ ഒരു യാക്കോബായ കുടുംബത്തിൽ, യാക്കോബായ മാതാപിതാക്കളാല് ജനിച്ചു വളർത്തപ്പെട്ടു. ബാല്യത്തില് സൺഡേ സ്കൂൾ പോകും, പള്ളിയിൽ ആരാധനയ്ക്ക് കടന്നു പോകും. ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് 5 മക്കള്, എൻ്റെ പപ്പ, എൻ്റെ അമ്മച്ചി, പപ്പയുടെ അപ്പച്ചനും അമ്മച്ചിയും, ഇത്രയും പേരടങ്ങുന്ന ഒരു ദരിദ്ര കുടുംബം, ഒരു സാധു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്.
എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ പോകും, പള്ളിയിൽ ആരാധനയ്ക്ക് കടന്നു പോകും. ഒത്തിരി കഷ്ടപ്പാടിന്റെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെയാ ഞങ്ങള് മക്കൾ 5 പേരും വളർന്ന് വന്നത്. കാരണം എൻ്റെ പപ്പാക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യം. എൻ്റെ അമ്മച്ചിയെ നോക്കിയാല് അമ്മച്ചി പാറമടയില് പാറ ചുമക്കാനായിട്ട്, പൊട്ടിക്കുന്ന കല്ല് ചുമക്കാനായിട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ അമ്മച്ചി അങ്ങനെ പാറമടയിൽ ജോലിക്ക് പോയി. വൈകുന്നേരം കയറി വരും. അന്ന് വീട്ടില് ഇലക്ട്രിസിറ്റി ഇല്ല. എൻ്റെ ഭവനത്തില് ഞങ്ങൾ 5 മക്കളില് ഞാൻ 4ാമത്തെ ആളാണ്. എനിക്ക് ഏറ്റവും മൂത്തത് എൻ്റെ ചേച്ചി, അത് കഴിഞ്ഞ് 2 സഹോദരങ്ങള്, ഞാന് 4ാമത്തത്, 5ാമത്തത് എൻ്റെ അനുജത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ അമ്മച്ചി പാറമടയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഭവനത്തിൽ വരുമ്പോൾ ഞങ്ങള് 5 മക്കളും പപ്പയും പപ്പയുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളിങ്ങനെ കാത്തിരിക്കും. അതെ, അമ്മച്ചി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ജീവിതത്തില്. എന്നാല് എൻ്റെ സഹോദരങ്ങള് അല്പം വളർന്നപ്പോൾ എൻ്റെ മൂത്ത ബ്രദറ് അതെ അമ്മച്ചിയെ സഹായിക്കുന്നതിന് വേണ്ടി അവധി ദിവസങ്ങളിലൊക്കെ പാറമടയില് മിറ്റലടിക്കാനായിട്ട് കടന്നു പോകും. എൻ്റെ ചേച്ചി അടുത്തുള്ള വീട്ടില് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ കടന്നു പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ബാല്യം. എന്നാല് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ യാക്കോബായ ചർച്ചിൽ വെച്ചിട്ട് ഒരു 1 ഡേ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു. അതില് ഞാനും കടന്നുപോയി. കാരണം എനിക്ക് എൻ്റെ പപ്പയുടെ അനുജന്റെ വൈഫിനോട് വലിയ കയ്പായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ പപ്പയ്ക്ക് കിട്ടേണ്ടുന്ന വീതം പപ്പയ്ക്ക് തരാതെ പപ്പയുടെ അനുജൻ അങ്ങനെ വാങ്ങിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മള് എന്ത് നല്ലത് ചെയ്താലും നെഗറ്റീവ്, അതിന് കുറ്റം പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുമ്മയെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറിൽ എനിക്കും പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു. അന്ന് ഒരു സുവിശേഷകൻ അതെ ഫാസ്റ്റിംഗ് പ്രയർ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അതെ, നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതെ ദൈവത്തിന്റെ വചനം പറയുന്നു, അതെ നിന്റെ സഹോദരനോട് നിനക്ക് വല്ലതുമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആ നിമിഷം നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് നിന്റെ സഹോദരനുമായി പോയി രമ്യപ്പെട്ടതിന് ശേഷം വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്നുള്ള ദൈവത്തിന്റെ വചനം. അങ്ങനെ പ്രിയപ്പെട്ട കർത്തൃദാസൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമ്മയോ മീറ്റിങ്ങിന് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനും എൻ്റെ കുഞ്ഞുമ്മയുടെ അടുക്കലേക്ക് ഞാനും കടന്നു ചെന്നു. ഞങ്ങൾ ആ സമയം കെട്ടിപ്പിടിച്ച് അതെ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം, ഞങ്ങളുടെ പരിഭവങ്ങളെല്ലാം ആ വേദിയില് അതെ പറഞ്ഞു തീർക്കുവാനായിട്ട്, ക്ഷമ ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുവരെയും പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ഉള്ളില് ഈ കയ്പ് വെച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ടവരെ പറയട്ടെ, അന്ന് ഞാൻ എൻ്റെ കുഞ്ഞുമ്മയോട് ഹൃദയത്തിൽ തൊട്ട് ക്ഷമ ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് മുതല് വൈകുന്നേരങ്ങളില് അത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതെ, എനിക്ക് വീണ്ടും പഠിക്കണമെന്ന വലിയ ആഗ്രഹം, ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങണമെന്ന വലിയ ആഗ്രഹം. അപ്രകാരം ഞാനും തിരുവല്ല നവജീവോദയം എന്ന് പറയുന്ന ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്കും ഭാഗ്യം തന്നു. അവിടെ കടന്നു ചെന്നു. 6 മാസം സ്കിൽസ് ട്രെയിനിങ്, കൈത്തൊഴിലോട് കൂടി ദൈവത്തിന്റെ വചനം പഠിച്ചു. വീണ്ടും 1 വർഷം BTH പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വലിയ ഭാഗ്യം തന്നു. എന്നാൽ തിരിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് കടന്നു വന്നിട്ട് ഒറീസയുടെ ദേശത്തേക്ക് കർത്താവിന്റെ വചനവുമായി കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ അവിടെ നിന്ന് കടന്നു പോരാൻ സമയം അവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള് അല്ലെങ്കിൽ കർത്തൃദാസന്മാര് ഒറീസയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞയക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാലും ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് കടന്നു വന്നപ്പോഴാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ഞാൻ എൻ്റെ ഭവനത്തിലെ 4ാമത്തെ വ്യക്തിയാ. എനിക്ക് മൂത്തത് 2 സഹോദരങ്ങളുണ്ട്. എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു.
ഞാൻ ഒറീസയ്ക്ക് കടന്നു പോകുവാനായിട്ട് ഒരു മാസം വീട്ടിൽ നിന്നിട്ട് കടന്നു പോകുവാനായിട്ട് ഭവനത്തിൽ കടന്നു വന്നതാ. എന്നാൽ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ ബ്രദർ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് വിവാഹപ്രായമായ ഒരു പെൺകുഞ്ഞ് അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഭവനത്തിൽ നിന്ന് കടന്നു പോകുന്നത് അന്ന് അവരതിനെ എത്രമാത്രം ഉൾക്കൊണ്ടിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമായി അത് കെട്ടിക്കാൻ പ്രായമായ ഒരു പെങ്കൊച്ചിനെ പറഞ്ഞു വിടുന്നത് ശരിയല്ല, ഇവളെ കെട്ടിച്ചയച്ചിട്ട് വേണം എനിക്ക് വിവാഹം കഴിക്കാൻ എന്നുള്ള ആ ഒരു തീരുമാനത്തില് എത്തി. ഞാന് എൻ്റെ ആഗ്രഹത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാല് പ്രിയപ്പെട്ട സഹോദരൻ ബ്രദർ അത് സമ്മതിക്കാതെ വന്നപ്പോൾ ഒരു ദിവസം ഒത്തിരി പ്രശ്നങ്ങള് ഭവനത്തിൽ ഉണ്ടായി. എന്നാല് എന്നെ പഠിക്കുവാനായിട്ട് പറഞ്ഞയച്ച പ്രിയപ്പെട്ട കർത്തൃദാസൻ ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞ്, അവരുടെ എതിർപ്പിനെ അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിച്ച് നിന്നാൽ മതി, അവരെ ധിക്കരിച്ചിട്ടൊരു കർത്താവിന്റെ വേല വേണ്ട, നമുക്ക് നമ്മുടെ ഭവനത്തിൽ നിന്ന് കർത്തൃ ശുശ്രൂഷ ആരംഭിക്കാമല്ലോ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ ഇതിനിടയിൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഓക്കെ, സിസ്റ്റർ തിരുവല്ല നവജീവോദയം ബൈബിൾ സ്കൂളിൽ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഞാനും അതേ ബൈബിൾ കോളേജിൽ പഠിച്ചവളാണ്. ഓക്കെ, സ്കിൽസ് ട്രെയിനിങ്ങിൽ ഞാൻ വാർഡനും ടീച്ചറുമായിട്ട് കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ. അവിടെ നിന്നാണ് എന്റെയും ഒരു മിഷണറി യാത്രയുടെ ആരംഭം. എനിക്ക് സ്തോത്രം. അത് കേട്ടപ്പം വളരെ സന്തോഷം തോന്നി. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചതാണെങ്കിലും നമുക്ക് തിരുവല്ല നവജീവോദയത്തെ ആ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. കാരണം കഴിയത്തില്ല. അവിടെ നിന്ന് കണ്ണീരോടുകൂടിയാണ് ഗ്രാജുവേറ്റ് ചെയ്ത് ഭയങ്കരമാകുന്ന ഒരു മിഷണറി ആയിട്ടാണ് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവർക്ക് ആത്മഭാരത്തോടെ കണ്ണീരിൽ വിതച്ചുള്ള ഒരു വേലയായിരുന്നു നേരത്തെ അവിടെ ഉണ്ടായിരുന്നത്. അത് എനിക്കും മറക്കാനാവാത്ത ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനൊന്ന് ഇടപെട്ടത്. കർത്താവ് അവിടെ നിന്നും പഠിച്ചിറങ്ങിയ ആരെയും തന്നെ കർത്താവ് കൈവിട്ടിട്ടില്ല. അവരിപ്പോഴും ഏതൊക്കെ അവസ്ഥയിലായിരുന്നാലും കർത്താവിന് വേണ്ടി ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എതിർപ്പുകളൊക്കെ ഉണ്ടായി എങ്കിലും തുടർന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. സിസ്റ്റർക്ക് തുടരാം. ഏത് വർഷമായിരുന്നു അവിടെ പഠിച്ചതെന്നൊന്ന് പറയാമോ? ഞാൻ 93, 94. ഓക്കെ, ഞാൻ അതിന് മുന്നെയാണ് പഠിച്ചത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ, പ്രൈസ് ലോർഡ്. തുടർന്നുള്ള സാക്ഷ്യം. ഞങ്ങള് ഇന്നും നമ്മുടെ ജോർജ് സാമുവല് വല്യബാബുച്ചാനെ ഞാൻ പപ്പ എന്നാ വിളിക്കുന്നത്. ഞങ്ങള് ഇന്നും ആ ബന്ധം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പം പപ്പായ്ക്ക് സംസാരിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അതായത് പിന്നെ നമ്മുടെ കൊച്ചുബാബുച്ചായന്, പിന്നെ ഇപ്പം നമ്മുടെ മിഷൻസ് ഇന്ത്യയിലുള്ള ബേസിൽ വർഗീസ്, നമ്മുടെ അല്ലി ആന്റി, ഗ്രേസി ആന്റി, ഒത്തിരി പേരെ ഇന്നും ഓർക്കുന്നു. അവിടെ ആയിരുന്നു ഒത്തിരി പേര്. എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഷീബ, ഒരു മേരി, ഇവരൊക്കെയും പ്രാർത്ഥനയിൽ വഹിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കുന്നു. അങ്ങനെ ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. അങ്ങനെ ഭവനത്തിൽ നിന്ന് ഒത്തിരി എതിർപ്പുകളായപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു. അങ്ങനെ 2000 എൻ്റെ വിവാഹം കഴിയുവാനായിട്ട് ഇടയായി. ഒത്തിരി പ്രാർത്ഥിച്ചു. നവജീവിതത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു, അപ്പനെ നിന്നെ അറിയുന്ന, നിന്നെ ചുമക്കുന്ന ഒരു ദൈവ പൈതലിനെ എനിക്ക് തുണയായി തരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ സാധിക്കുമല്ലോ എന്ന് ഒക്കെയും ആ നാളുകളിൽ ഒത്തിരി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി, ദൈവം ആരെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി തുണയായിട്ട് കർത്താവ് ഒരുക്കി. അന്ന് ആ നാളുകളില് ഒത്തിരി ഒത്തിരി ഭാരപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ, ഞാൻ ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല, കാരണം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. തലേ ദിവസം വിവാഹം കഴിഞ്ഞു എങ്കിലെ പിറ്റേ ദിവസം രാവിലെ, തലേ ദിവസം ഫ്രണ്ട്സ് ഒക്കെ കൂടി മദ്യപിച്ചു. പിറ്റേ ദിവസം രാവിലെ പ്രിയപ്പെട്ടവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പോകുന്നത് തൊട്ട് മൂത്ത സഹോദരന്റെ വീട്ടിലോട്ടാണ്. ഞാൻ അങ്ങനെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് കുനിഞ്ഞ് എന്തോ എടുത്ത് വായിലേക്ക് ഒഴിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് എനിക്ക് ഫോണില്ല. എന്നെ കാണാനായിട്ട് വന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഫോൺ വാങ്ങിയിട്ട് എന്റെ പപ്പയെ വിളിച്ചു. ഞാനിവിടെ നിൽക്കത്തില്ലെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു 2 മണിക്കൂറിനുള്ളിൽ എന്റെ പപ്പയും എന്റെ ബ്രദേഴ്സും എന്റെ ചാച്ചനും എല്ലാവരും കൂടി ഒരു വണ്ടി നിറയെ ആളുകളുമായിട്ട് ഭവനത്തിൽ വന്നു. വന്നപ്പോൾ പ്രിയപ്പെട്ടവൻ അന്നും മദ്യപിച്ച് ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥ. പെട്ടെന്ന് ഫ്രണ്ടിലെ വണ്ടി കൊണ്ടുപോയി നിർത്തി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവരൊക്കെയാ.
എന്റെ ചാച്ചനുണ്ട്. ഞാൻ ചാച്ചനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ചാച്ച എനിക്ക് ഇവിടെ കൊണ്ട് നിൽക്കാനെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ വളർന്ന ആളല്ല. കാരണം എന്റെ പപ്പ മദ്യപിക്കത്തില്ല, എന്റെ സഹോദരങ്ങൾ മദ്യപിക്കത്തില്ല, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മദ്യപിക്കത്തില്ല. ഇങ്ങനെ ഒരു മദ്യപിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ കണ്ടിന്യൂ ചെയ്തു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാലും പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെല്ലാം കൂടി ഇച്ചായനെ കണ്ടു, സംസാരിച്ചു. അപ്പോഴ് എന്നെ മാറ്റി നിർത്തിയിട്ട് എന്റെ ചാച്ചൻ പറഞ്ഞു, കുഞ്ഞെ, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട കുഞ്ഞാണല്ലോ. നീ മുട്ടുമടക്കിയാല് നിനക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ നിനക്ക് നേടിയെടുക്കാൻ പറ്റുന്നെങ്കിൽ അതല്ലേ മോളെ കർത്തൃ ശുശ്രൂഷ എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം അവരങ്ങനെ സംസാരിച്ചു. തിരികെ പോകാൻ നേരം എന്റെ പപ്പ എന്റെ അടുത്ത് ചോദിച്ചു, മോനെ നീ പോരുന്നുണ്ടോ? ഞാൻ എന്റെ പപ്പയുടെ അടുത്ത് പറഞ്ഞു, ഇല്ല പപ്പ, ഞാൻ വരുന്നില്ല. എനിക്ക് തന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ മുഴങ്കാലുകളെ മടക്കിക്കൊള്ളാം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കടന്നുപോയി. ഒരു 5 വർഷം മദ്യപിക്കാൻ വേണ്ടി മാത്രം പ്രിയപ്പെട്ടവൻ ജീവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഇങ്ങനെ ഓർക്കുകയാ, കെട്ടിയ താലി വരെ കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ട് മദ്യപിച്ച ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പിറ്റേ വർഷം 2000 മെയ് 21 എന്റെ വിവാഹം. 2001 മെയ് 21 സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദാനമായി തന്നു. വീണ്ടും 2001 മൂത്ത മോനെ 2003 ഏപ്രിൽ 25 എനിക്ക് രണ്ടാമതൊരു മോനെ കൂടെ സ്വർഗത്തിലെ ദൈവം തന്നു. ഈ സമയങ്ങളിലൊക്കെ മിശായന് നല്ല പോലെ മദ്യപിക്കും. നല്ല പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, 5-6 വർഷം പിന്നിട്ടും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 2006 പ്രിയപ്പെട്ടവന് ജോലിക്കായിട്ട് കടന്നുപോയി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രണ്ടാമത്തെ നിലയിൽ നിന്ന് പെയിന്റിംഗ് ആയിരുന്നു ജോലി. രണ്ടാമത്തെ നിലയിൽ നിന്ന് പെയിന്റ് ചെയ്യുമ്പോൾ കൈ വേദനിച്ചിട്ട് ഈ വെന്റിലേഷന്റെ ജനലിൽ കൈ പിടിച്ചിട്ട് മറ്റേ കൈ ഒന്ന് മാറി ബ്രഷ് പിടിക്കാനായിട്ട് കൈ പിടിച്ചപ്പോൾ പെട്ടെന്ന് കാറ്റ് വന്ന് ജനൽ അടഞ്ഞു. പ്രിയപ്പെട്ടവന് പിടിക്കാൻ ഇടം കിട്ടിയില്ല. പ്രിയപ്പെട്ടവൻ രണ്ടാമത്തെ നിലയുടെ മുകളിൽ നിന്ന് താഴോട്ട് പോരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, താഴോട്ട് വീഴുമ്പോൾ നേരെ വന്ന് വീണാല് കരിങ്കല്ല് കൂട്ടിയിട്ടിരിക്കുന്നതിന് മുകളിലാണ്. എന്നാല് എന്റെ സ്വർഗത്തിലെ ദൈവം എന്റെ പ്രിയപ്പെട്ടവനെ താങ്ങി ഈ കരിങ്കല്ലിന് അപ്പുറത്ത് പോയി അത് വന്നിങ്ങനെ നിന്ന് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന സമയമായിട്ടും വരാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ചാച്ചന്റെ മോനെ വിളിക്കാനായിട്ട് ഇടയായി തീർന്നു. ചേട്ടായുടെ കൂടെ പണിതുകൊണ്ടിരുന്നത്. വിളിച്ചപ്പോഴേ പറഞ്ഞു, മോനെ, അവനൊന്ന് കാല് തെന്നി വീണു, അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ രാത്രി സമയം, സന്ധ്യാസമയം, ഞാൻ 2 കുഞ്ഞുങ്ങളെയും 2 എളിയിലും എടുത്തു വെച്ചുകൊണ്ട് ഓടുകയാണ്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നാലേ ഒരു ഓട്ടോ കിട്ടത്തുള്ളൂ. കാരണം എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഞാൻ അവിടെ ചെന്ന് അറിയുന്ന ഒരു ഓട്ടോക്കാരൻ ചേട്ടനുണ്ട്. ചെന്നപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ എടുത്തു വെച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ പലരും ചോദിച്ചു, മോനെ എന്തുവാ? നല്ല പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിട്ട് അവിടെ ചെന്ന് ഓട്ടോയിൽ കയറിയിട്ട് പറഞ്ഞു, എനിക്ക് സാൻജോ ഹോസ്പിറ്റലിലെ പെരുമ്പാവൂർ വരെ ഒന്ന് പോകണം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാനും എന്റെ കുഞ്ഞുങ്ങളും കൂടി പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവനെ ബെഡിൽ കിടത്തിയിരിക്കുക. ഒരു വലത് കാല് മൊത്തം പ്ലാസ്റ്റർ ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവന്റെ കാലൊടിഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും പറ്റിയിട്ടില്ല. ഏകദേശം 15 ദിവസക്കാലം ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് ആകുവാനായിട്ട് ഇടയായി തീർന്നു. 3 മാസക്കാലം ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു. ആ സമയത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, അനേക കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ ഭവനത്തില് കടന്നു വന്നു പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പങ്കുവച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. ആ വീഴ്ച നല്ലതിനായിരുന്നു എന്ന് ഇന്ന് ഞാൻ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി പറയുവാൻ എനിക്ക് കഴിയും. അവിടെ നിന്ന് എഴുന്നേറ്റ് 3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പിന്നെ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ആയിരിക്കുമ്പോൾ 2010 ഞാൻ കോതമംഗലത്തുള്ള സെന്റ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റില് മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുന്നു.
ഞങ്ങള് എവിടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പങ്കുവെക്കുവാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നു, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകും. പെട്ടെന്ന് എനിക്കൊരു തലവേദന കടന്നു വന്നു. ഞങ്ങള് മാറി മാറി ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഞങ്ങൾ അവിടെ ആയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കാതെ ഒരു ഫാമിലിയുടെ ഔട്ട് ഹൗസ് ഞങ്ങൾക്ക് താമസിക്കുവാനായിട്ട് തന്നു. പലയിടത്തും ഞങ്ങൾ ഡോക്ടറെ കണ്ടു. അവസാനം ഞങ്ങള് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. കണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്തു കഴിഞ്ഞിട്ട് മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ തന്നു. ഞങ്ങൾ മെഡിസിൻ വാങ്ങി വീട്ടിൽ കടന്നു വന്നു. മെഡിസിൻ കഴിക്കുവാനായിട്ട് തുടങ്ങി. അന്നൊന്നും എനിക്ക് പ്രശ്നമില്ല. പിറ്റേ ദിവസം ഞാൻ കുളിക്കുവാനായിട്ട് കയറിയപ്പോൾ എന്റെ ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പ് പോലെ എനിക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവൻ ജോലി കഴിഞ്ഞു വന്നു. ഞാൻ പ്രിയപ്പെട്ടവനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നാലേ നമുക്ക് നാളെ ഗൈനക്കോളജിയെ ഒന്ന് കാണാമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് പിറ്റേ ദിവസം ഗൈനക്കോളജിയെ പോയി കണ്ടു. ഞങ്ങളെ ടെസ്റ്റ് എല്ലാം കാര്യങ്ങളെല്ലാം അവര് ടെസ്റ്റിനെല്ലാം കുറിച്ചു. 3 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വാങ്ങുവാനായിട്ട് കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവൻ കൂടെയില്ല. എന്റെ കൂടെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കടന്നുപോയി. പ്രിയപ്പെട്ട ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് പോകുന്ന വഴിക്ക് റിപ്പോർട്ട് വാങ്ങി കയ്യിലുണ്ട്. പോകുന്ന സമയം റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കി. എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ചെന്നു ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചോദിച്ചു, ഹസ്ബൻഡ് എവിടെ? ഞാൻ പറഞ്ഞു, വന്നിട്ടില്ല, ജോലി തിരക്കുണ്ട്. ഇന്നലെ പ്രിയപ്പെട്ടവരെ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, കുറച്ച് നാളെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും, അതുകൊണ്ടിട്ട് നാളെ ഹസ്ബൻഡിനെയും കൂട്ടി വരണമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്താണെങ്കിലും പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ലെന്ന് പറയാം, ഞാനത് റിപ്പോർട്ട് വായിച്ചിരുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി. അപ്പോ നിങ്ങൾ തുടർ ചികിത്സയ്ക്കായിട്ട് ഒന്നുകിൽ അമൃത മെഡിക്കൽ കോളേജിലോ വൈക്കത്തുള്ള ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലോ കടന്നു പോകണം, ഞാനൊരു ലെറ്റർ തരാമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മാഡം ഒരു ലെറ്റർ തന്നു. എന്റെ പ്രിയപ്പെട്ടവന് ഞങ്ങള് ലെറ്റർ വാങ്ങി തിരിച്ച് പോരുന്ന സമയത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചു ചോദിച്ചായ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനില്ലെന്നാ പറഞ്ഞ്. എന്നാല് ഒരു ഡോക്ടറെ കൂടി ഒന്ന് കാണണമെന്ന് പറഞ്ഞ്, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാനായി ഇടയായി തീർന്നു. എന്റെ അങ്ങനെ ഇച്ചായനോട് പറഞ്ഞിട്ട് ഞങ്ങളെ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും ഞാൻ ആയിരിക്കുന്ന മിഷനിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൈകുന്നേരം അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഭവനത്തിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരും ജോലി കഴിഞ്ഞ് കടന്നു വന്നു. ഒത്തിരി പേര് കടന്നു വന്നു, പ്രാർത്ഥിച്ചു. എനിക്ക് വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മെഡിസിന്റെ ആണെന്ന് വിചാരിച്ചു. എന്നാലും പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം ഞങ്ങൾ അമൃത മെഡിക്കൽ കോളേജിലേക്ക് കടന്നുപോയി. ഡോക്ടറുടെ ലെറ്റർ കൊടുത്തു. ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടു. ഞങ്ങളോട് MRV സ്കാനിങ് പറഞ്ഞു. ഞങ്ങള് സ്കാനിന്റെ ഫീസ് അടയ്ക്കാൻ റേറ്റ് എമൗണ്ട് ബില്ല് പേ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടത്തിലുണ്ടായിരുന്നവരുടെയും കയ്യിലൂടെ എല്ലാം കൂടെ നോക്കിയിട്ട് 10 രൂപയാ ഞങ്ങളുടെ കയ്യിലുള്ളൂ. എന്നാൽ അന്ന് സ്കാനിങ്ങിന് 13,500 രൂപ MRV സ്കാനിങ്ങിന് വേണം. വൊമിറ്റിംഗ് ആണ്, എനിക്ക് കണ്ടിന്യൂസ് വൊമിറ്റിംഗ് ആണ്, നല്ല പോലെ ഹെഡേക്കും ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരെ പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. ഞാനും എന്റെ പ്രിയപ്പെട്ടവന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എടപ്പള്ളിയില്. ഞങ്ങള് അവരുടെ വീട്ടില് താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീണ്ടും അമൃത മെഡിക്കൽ കോളേജിൽ കടന്നു വന്നു. എന്നെ സ്കാനിങ്ങിന് കയറ്റി. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്ക് കേൾക്കാം, എനിക്ക് മനസ്സിലാകും. എനിക്ക് കുറച്ച് മെഡിക്കൽ ഫീൽഡ് അറിയാവുന്നത് കൊണ്ടിട്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകും. അങ്ങനെ ഡോക്ടർമാര് പറഞ്ഞു, സ്കാനിങ് കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചിട്ട് പറഞ്ഞു, മിനിയെ നമുക്കിവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ സയൻസിന്റെ രീതി അനുസരിച്ച് നമുക്കൊന്ന് നോക്കാം. എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ അഡ്മിറ്റ് ആക്കിയാല് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കടന്നു പോകും. എന്നാൽ എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, കണ്ടിന്യൂസ് വോമിറ്റിങ്, കുറെ മെഡിസിൻസ് എടുത്തിട്ടും അതിന് ഒന്നും ഫലം കാണുന്നില്ല. അങ്ങനെ എന്നെ വെന്റിലേറ്ററിലേക്ക് ആക്കുന്നു, ICUവിലേക്ക് ആക്കുന്നു. അവിടെ നിന്ന് വെന്റിലേറ്ററിലേക്ക് ആക്കുന്നു. 43 ദിവസം മരണത്തെ മുഖാമുഖം കണ്ട് അമൃത മെഡിക്കൽ കോളേജിൽ ഞാൻ ആയിരിക്കുകയാണ്. 43 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷീണിച്ച് ഒരു അസ്ഥികൂടമായി, ഞാനാണെന്ന് പോലും പറയാത്ത സിറ്റുവേഷനിലേക്ക് കടന്നു വന്നു. എനിക്ക് വോമിറ്റിംഗ് കുറഞ്ഞിട്ടില്ല, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാലും പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, 44 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ സയൻസിന്റെ രീതി അനുസരിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഭവനത്തിലോട്ട് കൊണ്ടുപോകാം, മറ്റുള്ളവർക്ക് കാണണമെങ്കിൽ ഒന്ന് കാണാം, ഏറിയാൽ ഒരു 3 ദിവസത്തെ ആയുസ് ജീവിച്ചിരുന്നേക്കാം, അതിനപ്പുറം പോയാല് വൺ സൈഡ് പാരലൈസ് ആയോ, കേൾവി ശക്തിയോ കാഴ്ച ശക്തിയോ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് കിടന്നേക്കാം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു.
അങ്ങനെ പിറ്റേ ദിവസം എന്നെ അമൃത മെഡിക്കൽ കോളേജിൽ നിന്ന് അത് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളുടെ ഭവനത്തിലോട്ട് കൊണ്ടുവരികയാണ്. ആംബുലൻസിലോട്ട് കയറ്റും സമയം എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ഇനി നമുക്ക് കാണാമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. എന്നാലും തല കുലുക്കി അത് ഞങ്ങളുടെ ഭവനത്തിലോട്ട്, ഞങ്ങൾ അന്ന് വാടക കൊടുക്കണ്ട, അത് വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ഭവനത്തിലോട്ട് കടന്നു വന്നു. ചില പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ അങ്ങേയറ്റം വരെ ഉള്ളതെന്ന് പറയാം, അനേക ദൈവമക്കളെ പ്രാർത്ഥന വിഷയം ഏറ്റെടുത്തു. ഞങ്ങളുടെ വീട്ടില് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ വെച്ചു. ചുണ്ട് ഒക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുമ്പോൾ കോട്ടൺ ഓറഞ്ചൊക്കെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ കോട്ടൺ കൊണ്ട് ചുണ്ട് തുടച്ചു തരുന്ന ഒരു അവസ്ഥ. എന്നാൽ 3-ാമത്തെ ദിവസം എന്റെ ജീവിതത്തില് എന്റെ സ്വർഗത്തിലെ അപ്പൻ ഇടപെട്ടു. ആരാധനയുടെ സമയത്ത് എന്റെ വീട്ടില്, ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടില് ആരാധനയുടെ സമയത്ത് അത് വലിയൊരു ഭാരം എന്റെ തലയിലേക്ക് വരുന്നത് കാണുവാനായിട്ട് എനിക്ക് തലയനക്കാൻ പറ്റാത്ത അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവന്റെ മടിയിൽ എന്റെ തല വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ മരിക്കുന്നു, 3 ദിവസത്തെ ആയുസ് എനിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ എന്റെ പ്രിയപ്പെട്ടവനോട് എല്ലാവരും പറഞ്ഞു, നേരെ കിടത്തിയിട്ട് മോനെ നീ എഴുന്നേറ്റ് പോരെ. എന്റെ പ്രിയപ്പെട്ടവൻ എന്നെ ബെഡിൽ കിടത്തി എഴുന്നേറ്റ് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു, എന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. പ്രിയപ്പെട്ടവരെ, എന്നെ പതുക്കെ ചാരി എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തി. ഞാൻ വിചാരിച്ചു ഞാനും തീർന്നു പോകുകയാണെന്ന്. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, അനേക മക്കളുടെ കണ്ണുനീരിനെ മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വന്നു, എന്നെ തൊട്ടു. ഞാൻ പെട്ടെന്ന് ബോധരഹിതയായി. പെട്ടെന്ന് എന്നെ വീണ്ടും കോതമംഗലത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഏകദേശം 1 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ എന്റെ ബോധം എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ കണ്ണു തുറന്നു. കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണു തുറന്നപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത്, ചായ എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ നിർബന്ധം വയ്യാതെ അത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റാഫിന്റെ ലഞ്ച് ബോക്സ് ഏട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഏട്ടാ കഴിക്കാനാണെങ്കിൽ വാരിക്കൊടുക്ക്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവനെ എനിക്കത് വാരി തന്നു. ഞാനത് കഴിച്ചു. അത് ഫുള്ളും കഴിച്ചു. ഞാൻ ഒമിറ്റ് ചെയ്തില്ല. ഡോക്ടേഴ്സ് എല്ലാം ഓടി ഒന്ന് മാറി മാറി നോക്കി. വീണ്ടും ഒരു പറഞ്ഞു, എത്രയും വേഗം വീണ്ടും അമൃതയിലേക്ക് തന്നെ കൊണ്ടുപോയിക്കെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എന്റെ വീട്ടിലെ ഫാസ്റ്റിംഗ് പ്രയർ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ചായ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണണം, നമുക്ക് നാളെ അമൃത മെഡിക്കൽ കോളേജിൽ കടന്നു പോകാം, ഇന്ന് വീട്ടിലോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഈ സമയം വരെയും ആ തലവേദന എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ തൊട്ടു. ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെയും പാരസെറ്റമോൾ പോലും കഴിക്കാതെ ഞാൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം എനിക്ക് തന്ന ഒരു 2ാം ജന്മമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ ആയിരിക്കുന്ന മിഷനിൽ കടന്നുപോയി. ഞങ്ങൾ ഹൗസ് വിസിറ്റിങ്ങിനായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ 5-6 പേര് കൂടിയാ കടന്നു പോകുന്ന ഒരു പാടവരമ്പിലൂടെ കടന്നു പോകണം. ഒരു വീടിനെ ലക്ഷ്യം വെച്ച് പോയതാ. എന്നാൽ എനിക്ക് മുന്നിൽ പോകുന്ന പ്രിയപ്പെട്ട റബ്ബർ തോട്ടത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ കടന്നു പോകുക. എന്നാൽ എന്റെ തൊട്ട് മുന്നിൽ പോയ പ്രിയപ്പെട്ട സഹോദരി ഈ കരിയില കിടക്കുന്നിടത്തോട്ട് കയറി. അവൾ എന്തിനും ഒന്ന് കയറി ചവിട്ടിയും. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പാമ്പെന്ന് പറഞ്ഞിട്ട് മാറാൻ തുടങ്ങുമ്പോൾ എന്റെ വലതു കാലിൽ വന്നിട്ട് ഈ പാമ്പങ്ങ് ചുറ്റി. നോക്കുമ്പോൾ എന്റെ ചുരിദാറിന്റെ കാലിന്റെ മുട്ട് വരെ പാമ്പ് ചുറ്റിയിരിക്കുക. എടുത്ത് കുടയാൻ പറ്റാത്തൊരവസ്ഥ. അയ്യോ പാമ്പെന്ന് പറഞ്ഞു. ആ ഭവനത്തിലെ പ്രിയപ്പെട്ട സഹോദരൻ ഓടി വന്നപ്പോഴേക്കും എങ്ങനെയോ കാല് കുടഞ്ഞു, പാമ്പ് ചാടിപ്പോയി. പെട്ടെന്ന് അവരെന്നെ പിടിച്ച് അവരുടെ ഭവനത്തിൽ കൊണ്ടുപോയി കിടത്തി. കുറച്ചു സമയം അങ്ങനെ കിടന്നു, വെള്ളവും കാര്യങ്ങളൊക്കെ തന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോകാം, വേറെ കുഴപ്പമൊന്നുമില്ല, കടിച്ചിട്ടില്ലെന്ന് ഉറപ്പായി. ഞങ്ങൾ പോകാമെന്നും പറഞ്ഞ് അത് അവരുടെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലോട്ട് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അസ്വസ്ഥത തോന്നി. നോക്കുമ്പോൾ വലതു കാലിന്റെ തള്ളവിരലിന് അടിയിൽ ചോര പൊടിഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പെട്ടെന്ന് അവിടെ അടുത്തുള്ള നാട്ടുവൈദ്യന്റെ അടുക്കല് എന്നെ കൊണ്ടുപോകുന്നു. കുറച്ചു ദിവസത്തെ അവിടുത്തെ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം ഞാൻ ഭവനത്തിൽ മടങ്ങി വരുന്നു. ഭവനത്തിൽ ഞാൻ പാമ്പ് കടിയേറ്റ് ട്രീറ്റ്മെന്റിലായിരിക്കുന്ന സമയം 2012 മെയ് മാസത്തിലാ. ദൈവത്തിന് നന്ദിയോടെ മാർച്ച് മാസത്തില് ഞാൻ അങ്ങനെ ആയിരിക്കുന്നു. ഞാൻ ഭവനത്തിൽ വന്നിട്ട് ഒരു 7 ദിവസമേ ആയിട്ടുള്ളൂ. അല്ലെ ജോലി കാര്യങ്ങളൊന്നും ചെയ്യുവാനെ കൊണ്ട് കഴിയത്തില്ല. 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും എനിക്ക് ട്രീറ്റ്മെന്റിനായിട്ട് കടന്നു പോകണം. കാരണം ഓവർഡോസ് ട്രീറ്റ്മെന്റ് ഒന്നും എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് തലവേദനയ്ക്ക് മരുന്ന് എടുത്തിട്ടുള്ളത് കൊണ്ടിട്ട്
എനിക്ക് പറ്റത്തില്ല. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് ആയിരിക്കുന്ന സമയം ഒരു സൺഡേ, ഞങ്ങളുടെ യാക്കോബായക്കാരുടെ രീതി അനുസരിച്ച് 50 നോൻപിന്റെ കാലയളവ്. എന്റെ പ്രിയപ്പെട്ടവന് വെങ്ങോലയുടെ ദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഒരു ഞായറാഴ്ച പ്രിയപ്പെട്ടവന് രാവിലെ പ്രിയപ്പെട്ടവന്റെ വീടിന്റെ പ്രോപ്പർട്ടി പണയപ്പെടുത്തിയിരുന്നതാ എന്ന് പറയുന്നു. എന്റെ വിവാഹത്തിന് മുന്നെയാ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എന്നാല് പ്രിയപ്പെട്ടവന് ചർച്ചിലോട്ട് വരുവാനായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് പോരുന്നു. ഞാനും കുഞ്ഞുങ്ങളും കൂടെ പോരാമെന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് വീക്ക് പോകാം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഓശാനയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പള്ളിയിൽ പോകാം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവന് കടന്നു വന്നു. മാർച്ച് മാസം 17-ാം തീയതി രാവിലെ ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചു. വൈകിട്ട് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകണം. കുഞ്ഞുങ്ങൾ സൺഡേ ക്ലാസ്സിൽ പോയിരിക്കുന്നു. അപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്. ഈശാനാണ് അത് കഴുകുന്നത്. അങ്ങനെ ഞാനൊരു 11 മണിയായപ്പോൾ വിളിച്ചു. പ്രിയപ്പെട്ടവന് ഫോൺ എടുത്തു. പ്രിയപ്പെട്ടവന്റെ സഹോദരിയുടെ ഭവനത്തില് ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ഉച്ചത്തേക്ക് ഫുഡ് റെഡി ആക്കണം. കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ദിവസം മാത്രമേ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്, ഒരു പകല്, അത് സൺഡേയാ. അപ്പോഴേ പറഞ്ഞു ഫുഡ് റെഡി ആക്കിക്കോ, ഞാനൊരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും വരുമെന്ന് പറയാൻ ഇടയായി. എന്നാലും പ്രിയപ്പെട്ടവരെ, ഒരു 11:45 കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ സൺഡേ ക്ലാസ് കഴിഞ്ഞു വന്നു. മൂത്തയാൾ 5-ാം സ്റ്റാൻഡേർഡിലും ഇളയാൾ 3-ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. അവർ സൺഡേ ക്ലാസ് കഴിഞ്ഞു വന്നു. അവർക്ക് കഴിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ ഫോൺ എടുത്ത് മിസ്ഡ് അടിപ്പിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവൻ എന്നെ തിരിച്ചു വിളിക്കും. വയ്യാത്തത് കൊണ്ട് എപ്പോഴും തിരിച്ചു വിളിക്കും. എന്നാലും ഞാൻ ഫോൺ റിങ് ചെയ്തിട്ടും എടുക്കുന്നില്ല. അപ്പൊ എന്റെ ഫോണിൽ ബാലൻസ് എന്ന് പറയാനുള്ളത് 1 രൂപയാണ്. ഞാൻ 2-3 പ്രാവശ്യം മിസ്ഡ് അടിപ്പിച്ചിട്ട് തിരിച്ചു വിളിക്കാതായപ്പോൾ എന്തായാലും ഈ 1 രൂപ വെച്ചിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് കോള് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അങ്ങേ തലയ്ക്കൽ ഒരു സ്ത്രീ ശബ്ദം. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബെന്നിയുടെ ഫോണല്ലേ, നിങ്ങൾ ആരാ? അപ്പോഴും മറുതലക്കലിൽ നിന്നൊരു സൗണ്ട്, എടി ഞാനാ, ചേച്ചിയാ. അതെ, നേരെ മൂത്ത സഹോദരന്റെ വൈഫാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ ഇച്ചാൻ, ഇച്ചാൻ എന്തേ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഈ ചേച്ചി ചേട്ടന്റെ കയ്യിലോട്ട് ഫോൺ കൊടുത്തു. ചേട്ടൻ ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, മോനെ ബെന്നിക്കൊരു നെഞ്ചുവേദന, അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തേ എന്നോട് പറയാത്തെ? എടി പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങനെ ഫോൺ വെച്ചു. ഞാൻ ഇട്ടിരുന്ന ചുരിദാറ് പെട്ടെന്ന് അതിന്റെ പാന്റ് ഒന്ന് മാറ്റി വേറൊരു പാന്റ് എടുത്തിട്ടു. അപ്പുറത്തെ വീട്ടിലെ ആന്റി ആരാധന കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കരയുന്ന കേട്ടപ്പോൾ ആന്റി ഓടി വന്നു. മോനെ എന്താണെന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് അവർക്ക് കാറുണ്ട്. ആന്റി തന്നെ ഡോറൊക്കെ പൂട്ടി. ഞങ്ങള് ആന്റിയുടെ കാറിൽ കോലഞ്ചേരിക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ ട്രസ്റ്റി വിളിക്കുക, മോനെ നീ എവിടാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കോതമംഗലത്താ. മോനെ ബെന്നി കൊച്ചിന് വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അറിഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുക. പറഞ്ഞു, മോനെ നീ കോലഞ്ചേരിക്ക് വരണ്ട, അവനെ അല്പം സീരിയസ്, അതുകൊണ്ട് ഞങ്ങൾ എറണാകുളം കൊണ്ടുപോകുക, നീ നേരെ വെങ്ങോല വീട്ടിലോട്ട് പോര് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് 1 മണിക്കൂർ തികയാൻ ഒരു 6 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ എന്നോട് തമാശ രീതിയിൽ ആദ്യമേ സംസാരിച്ചതാ, കാരണം മോനെ എന്റെ ഫോണിലെ ചാർജ് തീരാറായി, ഞാൻ ചാർജ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം. ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞാനും കുഞ്ഞുങ്ങളും ഇച്ചായനും ഞങ്ങൾ അങ്ങനെയായിരുന്നു. ജീവിത പങ്കാളിയാണോ എങ്കിലാണ്, എന്നാൽ ഞങ്ങൾ കൂട്ടുകാരാണോ, ഞങ്ങൾ കൂട്ടുകാരാണ്. നല്ല പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ തികയാൻ ഒരു 6 മിനിറ്റ് സമയമുള്ളപ്പോൾ ഞങ്ങൾ ഓണംകുളം എന്ന് പറയുന്ന ദേശത്ത് വരുവാനിടയായി. അവിടെ നിന്ന് ഞങ്ങൾക്ക് റൈറ്റ് തിരിഞ്ഞ് കിഴക്കമ്പലം പോകുന്ന വഴി പോകണം ഇച്ചായന്റെ വീട്ടിലോട്ട് വരണമെങ്കിൽ. നമ്മൾ ഓണംകുളം ജംഗ്ഷൻ തിരിയുമ്പോൾ അത് കടയിലിരുന്നൊരു വ്യക്തി പറയുന്നുണ്ട്, പോക്കയിലെ ബെന്നി മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഞാന് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവനെ കാണുന്നത് വെള്ളം പുതപ്പിച്ച് കട്ടിലിൽ കിടത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ച് ഒന്നും അറിയാൻ വയ്യ. പൊട്ടിപ്പെടണ ഞാന്, ഒന്നും എനിക്കറിയാൻ വയ്യ. എന്നാല് പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തട്ടെ, താൻ എവിടേക്ക് പ്രിയം വെച്ചു. അന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ആ നിത്യതയിലെ കർത്താവ് ഒരുക്കുന്ന ഭവനത്തെ കുറിച്ച്. അതെ, കർത്താവിന്റെ ശോഭയാൽ പ്രശോഭിതമായിരിക്കുന്ന നഗരം, കണ്ണുനീരും കഷ്ടതയും ഇല്ലാത്ത ഭവനം, മുത്തുകളാൽ നിർമ്മിതമായ ഒരു ഭവനം. എന്നോട് പറയും, എടി കൊച്ചേ, അതിന്റെ ശോഭ എന്തെന്ന് നിനക്കറിയാമോ? നീ അതൊന്ന് ഉള്ളത്തിലൊന്ന് കണ്ടു നോക്കിയേ.
ഇന്നെപ്പോഴും എന്നോട് പറയുന്ന കാര്യം. അന്ന് രാവിലെയും എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അല്പസമയം ആ പായലിരിക്കും. ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവനൊന്നും പറഞ്ഞതാ, അവിടെ എന്ത് ശോഭയാ, നമുക്ക് മുഖാമുഖം കാണാൻ. ആ മുത്തിനാൽ നിർമ്മിതമായ, പളുങ്ക് കൊണ്ട് നിർമ്മിതമായ ഒരു കൊട്ടാരം, അത് നമുക്ക് വേണ്ടി നമ്മുടെ അപ്പൻ ഒരുക്കുന്നുണ്ടല്ലോ, അവിടെ ചെല്ലുക എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ് എന്നൊക്കെയും പറഞ്ഞിട്ടാ രാവിലെ യാത്രയായത്. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ പ്രിയപ്പെട്ടവൻ എവിടേക്ക് പ്രിയം വെച്ചോ അവിടേക്ക് എന്നെയും കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി പ്രിയപ്പെട്ടവൻ കടന്നുപോയി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ന് എനിക്ക് 30 വയസ്സ് തികഞ്ഞിട്ടില്ല. എന്റെ മൂത്ത മോന് 5ാം സ്റ്റാൻഡേർഡിലും ഇളയ മോന് 3ാം സ്റ്റാൻഡേർഡിലും പഠിക്കും. യാക്കോബായ രീതി അനുസരിച്ച് 40ന്റെ അന്ന് എന്റെ പ്രിയപ്പെട്ട പപ്പ ചോദിച്ചു, ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഇവളെയും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഭവനത്തില് എന്റെ ഭവനത്തില് കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയായി. ലാസ്റ്റ് അവിടെ നിന്ന് 1 രൂപ പോലും തരാതെ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും പടിയിറക്കി വിട്ട ഒരവസ്ഥ. എന്റെ പപ്പ എന്റെ സ്വന്തം ഭവനത്തിലോട്ട് എന്നെ വിളിച്ചു. എന്നാൽ എന്റെ നേരെ മൂത്ത ബ്രദർ ആക്സിഡന്റില് മരിച്ചിരുന്നത് കൊണ്ട് അവനൊരു കുഞ്ഞും അവന്റെ വൈഫും വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, പപ്പ ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരത്തില്ല. വീണ്ടും ഞങ്ങൾ ആ താമസിച്ച വാടക വീട്ടിലോട്ട് ഞങ്ങൾ കടന്നു പോകുകയാ. ഒരു വാടക വീട് തരുമ്പോൾ ഞങ്ങൾക്ക് നിശ്ചയം പോരാ, കാരണം വാടക കൊടുക്കാൻ നിർവാഹമില്ല. എന്റെ കുഞ്ഞുങ്ങൾ അവർ രണ്ടുപേരും CBSE പഠിക്കുന്നു, പഠിപ്പിക്കാൻ മാർഗമില്ല, എന്ത് ചെയ്യും? എന്നാൽ ഞാൻ എന്റെ പപ്പയുടെ കൂടെ വീണ്ടും വാടക വീട്ടിലോട്ട് കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ പ്രിയപ്പെട്ട ഹൗസ് ഓണർ പറയാനായിട്ട് ഇടയായി തീർന്നു, മോനെ നിനക്ക് എത്ര നാൾ ഇവിടെ താമസിക്കണമോ നിനക്ക് താമസിക്കാം, നിന്റെ കയ്യിൽ എന്തേലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നാ മതി എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 46ാം ദിവസം ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില് ഞാനൊരു ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ പ്രിയപ്പെട്ട ഡോക്ടറുടെ മമ്മി എനിക്ക് പരിചയമുണ്ട്. ഞാൻ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ആന്റി എന്നെ മമ്മി ടീച്ചറമ്മ എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ കടന്നു ചെന്നു, കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവിടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഒരു ജോലി ഒരുക്കി. എന്നെ ഡോക്ടർ പഠിപ്പിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അന്നു മുതൽ ഈ സമയം വരെയും ഡോക്ടറുടെ കീഴില് ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് നിർവാഹമില്ല. രണ്ടുപേരും CBSE പഠിക്കുന്നു. എന്ത് ചെയ്യണം? ഞങ്ങൾ താമസിക്കുന്ന വീടിന് ചുറ്റും വലിയ ധനാഢ്യരായ മനുഷ്യരാ. എന്നാല് ഞാനിങ്ങനെ ഓർക്കുക, ഏലിയാവിന്റെ ജീവിതത്തില് ഏലിയാവിന് വേണ്ടി ചില കാക്കയെ ദൈവം ഒരുക്കിയത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ചിലരെ ദൈവം ഒരുക്കി. ഏകദേശം 1 വർഷം ഈച്ചാന്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയോടെ അന്ന് ഈച്ചാന്റെ നാട്ടില് ഈച്ചാന്റെ യാക്കോബായ ചർച്ചിനോട് ചേർന്ന് ഈച്ചാന്റെ മൂത്ത സഹോദരിയുടെ ഹസ്ബൻഡ് അളിയൻ 6.5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അന്ന് ഞങ്ങൾ ആ 6.5 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. ഈച്ചാന്റെ പള്ളിയുടെ മെയിൻ കാര്യങ്ങൾക്കൊക്കെ നിന്നിരുന്നത് കൊണ്ട് പള്ളിയുടെ ജൂബിലി പ്രമാണിച്ച് ഒരു ഭവനം പണിത് കൊടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. മൂത്ത സഹോദരിയുടെ ഭർത്താവ് അറിഞ്ഞു. ആപ്ലിക്കേഷൻ അദ്ദേഹം കൊടുത്തു. ദൈവകൃപയാൽ ആ ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിരുന്ന 6.5 സെന്റ് സ്ഥലത്ത് മനോഹരമായ ഒരു ഭവനം ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏകദേശം ബിൽഡിംഗ് പണിതു, അതിന്റെ തേപ്പ് കാര്യങ്ങളൊക്കെ നടത്തി. എന്നാൽ തേപ്പ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും പള്ളിയുടെ ബഡ്ജറ്റ് ഫണ്ട് തീർന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച നാളുകൾ. നല്ല പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തട്ടെ, കരുതുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അപ്പോ എന്റെ ഡോക്ടർ പ്രകാരം പറഞ്ഞ ആ വീട് അവിടെ നമുക്ക് അടച്ചിടാം, ഇനിയും ഒരു 5-6 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ അതിന്റെ പണികളൊക്കെ തീർക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളുടെ പേരിലേക്ക് പ്രോപ്പർട്ടി എഴുതിയത് കൊണ്ട് വീണ്ടും ലോൺ എടുക്കുവാനെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അടച്ചിട്ട് ഞങ്ങൾ വീക്കിലി വൺസ് ഒക്കെ വന്ന് ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് എന്റെ മൂത്ത മോന് പെട്ടെന്നൊരു തലവേദന കടന്നു വരികയാണ്. ഞങ്ങള് പനിയുണ്ട്, ഞങ്ങള് മാറി മാറി ഡോക്ടറെ കാണിച്ചു, മെഡിസിൻ കൊടുക്കും, പനി കുറയും. എനിക്ക് വയ്യാതെ വന്നിട്ടുള്ളത് കൊണ്ട് എന്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായി, എന്റെ കുഞ്ഞിന് ഇനി എന്തായിരിക്കും. ഇന്നലെ രാവിലെ ഞാൻ അവന് സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ഒരു ദിവസം ഇതുപോലെ ജോലിക്ക് കടന്നു വന്നു. 4 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ കുഞ്ഞു ക്ലാസ് കഴിഞ്ഞു വന്നു, അവൻ കിടക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ അല്പം നേരത്തെ ഇറങ്ങി.
1 കിലോ ഏത്തപ്പഴവും വാങ്ങി ഞാൻ കടന്നു ചെല്ലുമ്പോൾ എന്റെ കുഞ്ഞ് കിടക്കുകയാണ്. എന്റെ കുഞ്ഞിനെ വിളിച്ചു. അപ്പൊ രാവിലെ ഫ്ലാസ്കിൽ ചായ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പൊ വിളിച്ചു, കുഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഞാൻ ഈ പഴം എടുത്ത ഒരെണ്ണം അവന് കൊടുത്തു, മോനെ കഴിക്കുന്നു പറഞ്ഞു. നോക്കുമ്പോ നല്ല പനിക്കുന്നുണ്ട്. അപ്പോ പഴം കഴിക്കാനായിട്ട് കൊടുത്തു. അവൻ ഒന്ന് കടിച്ചു. അവന് വേണ്ടെന്ന് പറഞ്ഞു. അവൻ താഴെ വെച്ചു. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പുറത്തോട്ട് പോയപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടു. ഓടി വന്ന് നോക്കുമ്പോൾ എന്റെ കുഞ്ഞ് വൊമിറ്റ് ചെയ്യുക. ഞാൻ മെഡിസിൻ കൊടുത്തു, അവൻ വൊമിറ്റ് ചെയ്യുന്നു. കട്ടൻ കാപ്പി കൊടുത്തു, കട്ടൻ ചായ കൊടുത്തു, അവൻ വൊമിറ്റ് ചെയ്യുന്നു. ആ വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ വൊമിറ്റിങ് രാത്രി 12 മണിയായിട്ട് വൊമിറ്റിങ് നിന്നില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു, എന്റെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടി കൊച്ചിങ്ങനെ വൊമിറ്റ് ചെയ്യുക. ഇന്നലെ പ്രിയപ്പെട്ട ഒരു ഓർമ്മ കൊടുത്തിട്ട് വെളുപ്പിന് 5 മണിക്ക് എന്റെ പപ്പയും അമ്മച്ചിയും കൂടെ ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. പെട്ടെന്ന് ആ ഓട്ടോയിൽ തന്നെ എന്റെ കുഞ്ഞിനെയും കയറ്റി ഞങ്ങൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കടന്നുപോയി. അവിടെ കടന്നു ചെന്നു, കാഷ്വാലിറ്റി കാണിച്ചു. പിന്നെ പെട്ടെന്ന് പീഡിയാട്രീഷ്യനെ വിളിച്ചു. പീഡിയാട്രീഷ്യൻ ഡോക്ടർ സൂസൻ കടന്നു വന്നു. കാര്യങ്ങളെല്ലാം കേട്ടു. നോക്കി കഴിഞ്ഞപ്പോൾ അവന് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കണമെന്ന് പറഞ്ഞു. ഫ്ലൂയിഡ് എടുത്തു, ടെസ്റ്റ് ചെയ്തു. അപ്പൊ 3 മണിക്കൂർ ബെഡിൽ നിന്ന് അനങ്ങാൻ വയ്യ, കിടന്ന കിടപ്പ് കമന്ന് തന്നെ കിടക്കണം. ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവന് മെനിഞ്ചറ്റിസ് ആണ്. 60% കൂടുതലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആക്കത്തില്ല. ഇവന് 78% മെനിഞ്ചറ്റിസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേഗം വേറെ എവിടേക്കെങ്കിലും കുഞ്ഞിനെ റെഫർ ചെയ്യണമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്നലെ എന്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മകൻ ഇവിടെ ജോലിയുണ്ട്. പെട്ടെന്ന് ഞാനിയെ വിളിച്ചു. ഞാഞ്ഞ വന്നു, കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കയറി ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാം, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ കുഞ്ഞിനെ ഐസിയുവിലാക്കി. പ്രിയപ്പെട്ടവരെ, 3 ദിവസം എന്റെ കുഞ്ഞ് ഐസിയുവിൽ കിടന്നു. മൂന്നാമത്തെ ദിവസം റൗണ്ട്സിന് വന്നു കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു, ഒപ്പിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഞാനും കടന്നു ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനെ കൊണ്ടില്ല, നിങ്ങൾ എത്രയും വേഗം കുഞ്ഞിനെ റെഫർ ചെയ്യണം. അവന്റെ കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാലും ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ഇവന് ഈ മോനളയത് ഒരു കുഞ്ഞൂടെ ഉണ്ട്, എനിക്ക് ഇല്ല. ഞാനിങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേറെ എവിടേക്കും റെഫർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കതിന് കഴിവില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഡോക്ടർ, പീഡിയാട്രിഷ്യൻ ഡോക്ടർ എന്ന് പറഞ്ഞു, ഞാൻ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യാം. ഒരു ഇഞ്ചക്ഷന് 40,000 രൂപയുടെ അടുത്ത് വരും. 3 ഇഞ്ചക്ഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വോമിറ്റിംഗ് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്നാലും പ്രിയപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തട്ടെ, ഇവൻ ഐസിയുവിലാണെങ്കിലും ഇവന് വേണ്ടി ഒരു ബെഡ് വാർഡിലുണ്ട്. നോർക്കുക, ഡോക്ടേഴ്സ് ഒക്കെ റൗണ്ട്സിന് വരുമ്പോ ദൂരത്തും ചാരത്തുമുള്ള അനേക ദൈവമക്കൾ കടന്നു വന്ന് ഈ കുഞ്ഞിന്റെ ബെഡിന് ചുറ്റും നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഡോക്ടേഴ്സ് ഒക്കെ ഇത് കാണുന്നുണ്ട്. എന്നാലും പ്രിയപ്പെട്ടവരെ, 3 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ എന്റെ കുഞ്ഞിന് എടുത്തു കഴിഞ്ഞ് അവന്റെ വൊമിറ്റിംഗ് കുറഞ്ഞു. 40 ദിവസം 22 ദിവസം അവന് ഹോസ്പിറ്റലിൽ കിടന്നു. അവന്റെ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് കടന്നു വന്നു. ബില്ല് ഡിസ്ചാർജ് തലേ ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു എമൗണ്ട് ബില്ലാകും, ക്യാഷ് നിങ്ങൾ സെറ്റ് ചെയ്തോളണം എന്ന് പറയാനിടയായി. ഇത് പറയുമ്പോൾ അവനെ പഠിപ്പിക്കുന്ന അവന്റെ ക്ലാസ് ടീച്ചറുണ്ട്. എല്ലാവർക്കും ഇവൻ പ്രിയപ്പെട്ടവനാ. നല്ല പ്രിയപ്പെട്ടവരെ, തലേ ദിവസം വീണ്ടും എന്നെ ഡോക്ടർ ഒപിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, അത് നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വലിയൊരു മിറക്കിളാ സംഭവിച്ചത്. ഇത്ര വർഷത്തെ സർവീസിനിടയിൽ ഇങ്ങനെ ഒരു മിറക്കിൾ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഇത്രയും മെനിഞ്ചറ്റീസ് വന്ന കുഞ്ഞിന് ഒന്നുകിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ സംഭവിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങൾക്ക് മേലെ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എന്നും റൗണ്ട്സിന് വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ബെഡിന് ചുറ്റും പ്രാർത്ഥിക്കുന്ന അനേകരെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എന്റെ ജീവിതം ഇങ്ങനെയാണെന്ന് ചെറുതായിട്ട് ഡോക്ടറോട് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, അവർ 5 പേരുണ്ട്, പീഡിയാട്രീഷ്യൻസ്, അവർ 5 പേരും കൂടെ കൂടിയിട്ട് പറഞ്ഞു, 1.5 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ബില്ലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ ഡോക്ടറെ, പൈസ ഓക്കെ, ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. നാളെ നിങ്ങളുടെ കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കും. 15 ദിവസത്തേക്ക് അവനെ ആരെയും കാണിക്കരുത്, വെളിയിൽ ഇറക്കരുത്, അവന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എല്ലാം ഞാൻ മൂളി കേട്ടു. ക്യാഷ് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ക്യാഷ് റെഡിയാ ഡോക്ടറെ, കുഴപ്പമില്ല. നല്ല പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ കുഞ്ഞിന് വന്ന 1.5 ലക്ഷം രൂപ അവനെ നോക്കിയ ഡോക്ടർമാര് തന്നെ എടുത്ത് അവന്റെ ബില്ല് പേ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. 1 രൂപ പോലും കൊടുക്കാതെ പിറ്റേ ദിവസം
കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്നു. അവന്റെ സ്കൂളിൽ അവന് വേണ്ടി പിരിവിട്ടു. ഞങ്ങൾ ആ താമസിച്ച ആ ഏരിയയില് അവിടെ അവര് നാട്ടുകാരെല്ലാവരും പിരിവിട്ടു. പള്ളിയിൽ പിരിവിട്ടു, സൺഡേ സ്കൂളിൽ പിരിവിട്ടു എൻ്റെ കുഞ്ഞിന് വേണ്ടി. ഈ ക്യാഷൊക്കെയും എൻ്റെ കരങ്ങളിൽ അവർ കൊണ്ടുപോയി തന്നിട്ടുണ്ട്. നല്ല പ്രിയപ്പെട്ടവർ 1 രൂപ പോലും കൊടുക്കാതെ അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജാക്കി ഭവനത്തിൽ ചെന്നു. അവന്റെ ക്ലാസ് ടീച്ചർ ഈ 15 ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുക. എൻ്റെ കുഞ്ഞിന് വേണ്ടുന്ന പോഷകാഹാരങ്ങളെല്ലാം പ്രിയപ്പെട്ട ടീച്ചർ ഞങ്ങളുടെ വീട്ടിലെത്തിച്ചു. 15 ദിവസക്കാലം അവനെ ശുശ്രൂഷിച്ചു. 15 ദിവസത്തേക്ക് അവന് മെഡിസിൻ ഉണ്ടായിരുന്നത്. എന്നാൽ 15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വീണ്ടും കടന്നു വന്നു. ഡോക്ടർ നോക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇനി മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാം. വലിയവനായ ദൈവം നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതത്തിലെ പ്രവർത്തിച്ചു. ഇനി അവന് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ലെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്വർഗത്തിലെ ദൈവം എൻ്റെ കുഞ്ഞിനെ അത്രമാത്രം കരുതി. എന്നാൽ പിറ്റേ ദിവസം ഈ കയ്യിലുണ്ടായിരുന്ന ക്യാഷുമായിട്ട് ഞങ്ങൾ സ്കൂളിൽ കടന്നു ചെന്നിട്ട് അത് ഹെഡ്മിസ്റ്റിന്റെ അടുത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. മിസ്സേ, ഞങ്ങൾക്ക് പൈസ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഈ പൈസ നിങ്ങൾ ഇവിടെ പിടിച്ചു, ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ അത് വാങ്ങിയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അനേകർക്ക് ആ കാശ് വീതം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, കരയുന്നവന്റെ കണ്ണുനീരൊപ്പാൻ ഇത് ഒരു ഇടയാകട്ടെ, ഇത് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് പറയുവാനായിട്ട്, അങ്ങനെ കൊടുക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്കും ഭാഗ്യം തന്നു. അങ്ങനെ ആയിരിക്കുന്നു. വീണ്ടും ഞാനായിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ കുറച്ച് ലോണിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് റെഡിയാക്കി. നല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നിമിഷം വരെ കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ട ബാദുഷായൻ അമേരിക്കയില് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പങ്കുവെക്കുവാനായിട്ട് കടന്നുപോയി. എങ്ങനെയോ മീറ്റിങ്ങിനിടയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ഡോക്ടറും കുടുംബവും ഒരു രാത്രി എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർക്കൊരു കുഞ്ഞുണ്ട്, വർഷങ്ങളെത്തി ഒരു കുഞ്ഞ് ലഭിച്ചതാണ്. എന്നാൽ കുഞ്ഞിന് ബുദ്ധി വളർച്ച പോരാ, പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞിന് ബുദ്ധി വളർച്ച ഇല്ലാത്തത് കൊണ്ട് അവർ തമ്മിൽ ഡിവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുക, പ്രാർത്ഥിക്കണം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അനേക ദിവസങ്ങളെ രാത്രിയുടെ യാമങ്ങളിൽ വിളിച്ചു. പ്രിയപ്പെട്ട ലേഡി ഡോക്ടർ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടാകും. ഈ കുഞ്ഞിന് അവിടെ വെച്ച് വലിയൊരു ഫാസ്റ്റിംഗ് പ്രയറിൽ കുഞ്ഞിന് വലിയൊരു പൂർണ്ണമായ നോർമൽ സ്റ്റേജിലേക്ക് ആ കുഞ്ഞ് വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്തിട്ട് പല പ്രാവശ്യം എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ച് ഡോക്ടർ എന്നെ വിളിച്ചു, ഞാൻ കൊടുത്തില്ല. എന്നാൽ ആരിൽ നിന്നോ, എനിക്ക് ഇന്നും അതറിയത്തില്ല ആരിൽ നിന്നോ എൻ്റെ അക്കൗണ്ട് നമ്പർ കിട്ടി. പ്രിയപ്പെട്ട ഡോക്ടർ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് ഇടുവാനായിട്ട് ഇടയായി തുടങ്ങി. പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്തട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഭവനത്തിന്റെ പണിയെല്ലാം ആരംഭിച്ചു. എല്ലാ പണിയും A to Z തീർന്നു. ഞങ്ങളുടെ സ്വന്തം നാട്ടിലോട്ട്, ഇശാന്റെ നാട്ടിലോട്ട് ഞങ്ങൾ താമസം മാറ്റി. 1100 സ്ക്വയർ ഫീറ്റ് ഒരു വീട്. A to Z കാര്യങ്ങൾ, വുഡിന്റെ വർക്ക് ഇശാന്റെ ഫ്രണ്ട് ചെയ്തു. കാലിന്റെ വർക്ക് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറും കുടുംബവും ഏറ്റെടുത്തു. അങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതമാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു തന്നു. അതിന്റെ മേളില് റൂഫിങ് ചെയ്തു, ചുറ്റുമതിൽ കെട്ടി, ഗേറ്റ് വെച്ചു. ഇനി ഇതിനകത്ത് ചെയ്യുവാൻ ഒരു ജോലിയും ബാക്കിയില്ല. അത്രത്തോളം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. കഴിവല്ല, ദൈവത്തിന്റെ മഹാകൃപയാണ്. അങ്ങനെ 2 കുഞ്ഞുങ്ങളെയും, മൂത്ത മോന് 10ാം ക്ലാസ് വരെ CBSE വിട്ട് പഠിപ്പിച്ചു. നല്ല മാർക്കോട് കൂടി പാസ്സാകുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു. +1 +2 അത് കഴിഞ്ഞ് ഡിഗ്രി BCom ടാക്സ് എടുത്തു. 3 വർഷം അതും കഴിഞ്ഞു. ഒന്നുമില്ലായ്മയുടെ കാലയളവായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, 400 രൂപയും ഒരു ടൈപ്പ് മൊബൈൽ ഫോണുമാണ് ഇച്ചായൻ എനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കരുതിയിരുന്നത്. ഞാൻ മരിച്ചു 3 ദിവസം കഴിയുമ്പോൾ ഇച്ചായന്റെ പേഴ്സും മൊബൈലും പ്രിയപ്പെട്ട സഹോദരന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ അതിലുണ്ടായിരുന്ന 400 രൂപയും ഒരു ടൈപ്പ് മൊബൈൽ ഫോണുമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഒരു നേരത്തെ ആഹാരം കൊടുക്കും, എങ്ങനെ അവരെ പഠിപ്പിക്കുമെന്ന് ചിന്തിച്ച നാളുകൾ. രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ ഇരിക്കും. വാടക വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ.
ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിന് ഉള്ളിൽ നിന്ന് ലോക്കില്ല. സന്ധ്യയാകുമ്പോൾ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഭയമാ. കാര്യം കുഞ്ഞുങ്ങളല്ലേ, ചുറ്റിനും ധനാഠ്യരായ മനുഷ്യരാ. എന്നാൽ സന്ധ്യക്ക് ഞാൻ ഇങ്ങനെ ഓർക്കും, ആ ഉള്ള ചോറ് അതുങ്ങൾക്ക് വാരി കൊടുത്തിട്ട് ഞങ്ങള് കിടക്കുന്ന റൂമിൽ വരും. ഞങ്ങളുടെ കട്ടില് ഈ ഡോറിനോട് വലിച്ചിടും. ഇത് കട്ടിലിൽ ഞങ്ങൾ കിടക്കത്തില്ല. കട്ടിലിന് കീഴെ ഒരു പ്ലാസ്റ്റിക് പായ വിരിക്കും. ആദ്യം എന്റെ മൂത്ത മോൻ ഉരുണ്ട് കട്ടിലിന്റെ അടിയിലോട്ട് പോകും. രണ്ടാമത് ഞാൻ കയറും. മൂന്നാമത് എന്റെ ഇളയ കുഞ്ഞ് കയറും. കാരണം പുറമേ നിന്ന് ജനൽ വഴി നോക്കിയാൽ ഞങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടെന്ന് ആരും അറിയരുത്, ഞങ്ങൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് ആരും അറിയരുത്. അങ്ങനെ കടന്നു പോകുന്ന നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം അന്നൊക്കെയും രാത്രി ഞാൻ ഇന്നും ഓർക്കുക, നവജീവോദയം സെന്ററിലായിരിക്കുമ്പോഴും അന്ന് കെസി കൺവെൻഷന് യൂത്ത് ഫോർമേഷനൊക്കെ നടക്കുമ്പോഴും ആ സ്കിൽസിന്റെ പുറകിലായിട്ട് കുറച്ച് സ്ഥലമുണ്ടല്ലോ, സ്പേസ് ഉണ്ട്. അവിടെ കടന്നു വന്നിട്ട് ഞങ്ങൾ മുട്ടുമടക്കി കരങ്ങൾ ഉയർത്തി അപ്പനോട് പ്രാർത്ഥിക്കും. അപ്പനെ, നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം, നിന്റെ നാമത്തെ ഉയർത്താൻ. അപ്പൊ നിന്നോട് ചേർന്നിരിപ്പാൻ ഞാൻ ഇന്നും ഓർക്കുക. അന്ന് ആ കരഞ്ഞതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. അപ്പനെ, മറ്റുള്ളവരുടെ നേരെ കൈ നീട്ടാൻ, ഒരു നേരത്തെ ആഹാരത്തിന്, ഒരു ജോഡി വസ്ത്രത്തിന് കൈ നീട്ടാൻ എന്നെ നീ പറഞ്ഞയക്കല്ലേ. കാരണം ഞാനൊന്ന് വിധവയാ. വായ്പ ചോദിച്ചാൽ ഒരു പക്ഷെ തിരിച്ചു കിട്ടത്തില്ലെന്ന് കണ്ട് തരാതിരുന്നേക്കാം. വായ്പ ചോദിച്ചാൽ അത് മുതലെടുത്തിട്ട് വല്ലാത്തൊരു ലോകമാണല്ലോ, അതുകൊണ്ട് മുതലെടുക്കാൻ നോക്കിയാലോ എനിക്ക് ഭയം. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനോട് പറയും, മറ്റുള്ളവരുടെ മുന്നിലേക്ക് നീ എന്നെ പറഞ്ഞയക്കല്ലേ. നല്ല പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ കഴിഞ്ഞ 12 വർഷക്കാലവും 1 രൂപയ്ക്ക് പോലും മറ്റുള്ളവരുടെ നേരെ കൈ നീട്ടാൻ എൻ്റെ അപ്പൻ എന്നെ പറഞ്ഞയച്ചിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മൂത്ത കുഞ്ഞ് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. അവന് പുറത്തു പോകണമെന്ന് വലിയൊരു ആഗ്രഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, നമ്മുടെ കരങ്ങൾ ശൂന്യമാ, നീ അപ്പച്ചനോട് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിലെ പപ്പയെ തന്നത് ദൈവമാ, പപ്പയെ വിളിച്ചതും ദൈവമാ. അതുകൊണ്ട് നിങ്ങളുടെ അപ്പൻ അവനാ, നീ ആ അപ്പനോട് ചോദിക്കുക. അപ്പന് ഹിതമെങ്കിൽ അപ്പൻ വഴികളെ ഒരുക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർക്കുക, പാലക്കാട് ഒരു കൺവെൻഷന് പ്രസംഗിക്കുവാനായിട്ട് കടന്നുപോയി. പ്രിയപ്പെട്ട ബാബു എന്ന് പറയുന്ന ഒരു സാറിനെ പരിചയപ്പെട്ടു. അന്ന് മെസ്സേജ് കൊടുക്കുമ്പോൾ ഈ സാക്ഷ്യം ഒന്ന് പങ്കുവച്ചു. ഈ 400 രൂപയും ഒരു ടൈപ്പ് മൊബൈലും. നല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില വഴികളെ ഒരുക്കി. അവൻ കാനഡയുടെ ദേശത്ത് PG ചെയ്യുവാനായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 8-ാം തീയതി അവൻ കടന്നുപോയി. പ്രിയപ്പെട്ട സാറ് വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുകയായിരുന്നു, ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറ് പറയുകയായിരുന്നു, സിസ്റ്ററെ, 400 രൂപയും ഒരു ടൈപ്പ് മൊബൈലിൽ നിന്നും തുടങ്ങിയെങ്കിൽ 42 ലക്ഷം രൂപ കൊടുത്ത് കുഞ്ഞിനെ കാനഡയ്ക്ക് വിടാൻ സ്വർഗത്തിലെ ദൈവം സിസ്റ്ററെ നിർത്തിയല്ലോ, മാനിച്ചല്ലോ. ആ ദൈവം എത്ര വിശ്വസ്തൻ. സത്യമാ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ കൂടപ്പിറപ്പുകളെ തള്ളിക്കളഞ്ഞു, പ്രിയപ്പെട്ടവരെ തള്ളിക്കളഞ്ഞു, നേർക്ക് നേരെ വന്നിട്ട് അനേകരെ വഴിമാറിപ്പോയി. കാരണം വിളിച്ചുകൊണ്ടിരുന്ന അനേകരെ വിളിക്കാതെ. കാരണം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇങ്ങനെയാണെന്നറിയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് അനേക വാതിലുകൾ ഞങ്ങൾക്ക് മുന്നിൽ അടയപ്പെട്ടു, അനേക വാതിലുകൾ ഞങ്ങൾക്ക് മുന്നിൽ അടപ്പിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നല്ല പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തട്ടെ, രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ അപ്പനെ എന്നൊന്ന് വിളിച്ചാല്, നിങ്ങൾക്ക് എൻ്റെ ഭവനത്തിൽ വന്നാൽ കാണാം, ഞങ്ങളുടെ ഹോളില് ഭിത്തിയില് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ കുറച്ച് ദൈവത്തിന്റെ വചനങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ എഴുന്നേറ്റ് ഹോളിൽ ചെല്ലും. ഞാൻ ആ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ ഒരു വചനം, അത് ഞാൻ അതിൽ കയറി പിടിക്കും. അവിടെ ഇരുന്ന് നെടുമ്പാട് വീട് കിടന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പനെ, ഞാൻ ആരെന്നും നിനക്ക് വ്യക്തമായിട്ട് അറിയാം, ഇതുവരെ നീ എന്നെ സൂക്ഷിച്ചല്ലോ, എനിക്ക് പറയാൻ നിന്നോടെ കാര്യമുള്ളൂ, എനിക്ക് നീയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എൻ്റെ സ്വർഗത്തിലെ ദൈവം മറ്റുള്ളവരുടെ നേരെ കൈനീട്ടാതെ ഇതുവരെയും എന്റെ ദൈവം നടത്തിയിട്ടുണ്ട്. എൻ്റെ കഴിവല്ല പ്രിയപ്പെട്ടവരെ. ഒരു നാളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരിടത്ത ഒരു തീരുമാനം, അവനെ നിനക്ക് വേണ്ടി നിന്നോളാം എന്നുള്ള ഒരു തീരുമാനം. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മാനിച്ചു. എൻ്റെ കുഞ്ഞ് ഇന്ന് കാനഡയുടെ ദേശത്ത് PG ചെയ്യുന്നു. എൻ്റെ ഇളയ മകൻ, അവനും ഈ വർഷം ഡിഗ്രി പാസ് ഔട്ടായി. ദൈവത്തിന്റെ കൃപയാൽ അവനും IELTS ചെയ്യുന്നു. മറ്റു കാര്യമേ ഉള്ളൂ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. കാരണം അപ്പ പോകുന്നതിന് മുമ്പ് ദൈവം ആരാണെന്നും ദൈവത്തോട് ചേർന്ന് നിന്നാൽ എന്തെന്നും
അപ്പൊ നല്ലതുപോലെ അവരെ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥന പഠിപ്പിച്ചു, എങ്ങനെ പെരുമാറണമെന്ന് അപ്പ മാതൃക കാണിച്ചു കൊടുത്തിട്ട് കടന്നുപോയി. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, പപ്പയുടെ പേരിന് ഒരു കളങ്കവും വരാൻ ഇടയാകരുത്, ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, 30 വയസ്സ് തികയുന്നതിന് മുമ്പ് വിധവയായി തീർന്നതാ ഞാൻ. എന്നാൽ ഒരു വിധവയായ ഒരു സാധു പെങ്കൊച്ച് ആരുടെ മുന്നിൽ കൈ നീട്ടും? എന്നാൽ പ്രിയപ്പെട്ടവരെ, ആരോടും പറയാനില്ല ഈ ലോകത്തിലെ സങ്കടങ്ങളോ വേദനകളോ ഭാരങ്ങളൊന്നും ഈ ലോകത്തിൽ ആരോടും പങ്കുവെക്കാനില്ല. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അത് രാത്രിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു, അത് കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഒരു പായ വലിച്ചിട്ടു. ആ പായലിരുന്ന് പ്രാർത്ഥിച്ചാൽ, അത് ഏത് വിഷയത്തിന് വേണ്ടി അത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിന് എന്റെ സ്വർഗത്തിലെ ദൈവം ഈ നിമിഷം വരെ എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാ. എന്റെ മൂത്ത കുഞ്ഞ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ല 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എന്റെ ഇളയ കുഞ്ഞ് 5ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ആ മാസം അവർക്ക് ഫീസ് കൊടുക്കണം, സ്കൂളിലെ ഫീസ്. എന്റെ കരങ്ങളിൽ ഒന്നുമില്ല. അപ്പോ യൂണിഫോമിന്റെ ക്യാഷും കൊടുക്കണം, ഫീസും അടയ്ക്കേണ്ടതുണ്ട്, ഫസ്റ്റ് സെമ്മിന്റെ ഫീസ് അടയ്ക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ആയിരിക്കുമ്പോൾ, ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഇവരുടെ ക്ലാസ് മിസ് എന്നെ വിളിച്ചു. നാളെ എന്തായാലും ഇവരുടെ ഫീസ് അടച്ചില്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റത്തില്ലെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അന്ന് വൈകുന്നേരം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടി ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് മീറ്റിങ്ങിന് കടന്നുപോയി. മെസ്സേജ് കൊടുക്കുമ്പോഴും ഞാൻ എൻ്റെ അപ്പനോട് പ്രാർത്ഥിച്ചു, ഉള്ളത്തിൽ പ്രാർത്ഥിച്ചു, അപ്പനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ഒരു വഴി ഒരുക്കണം. മെസ്സേജ് കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിൽ കടന്നു വരുന്ന വഴി എൻ്റെ കുഞ്ഞു പറഞ്ഞു, അമ്മ നാളെ ഞാൻ സ്കൂളിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ ക്ലാസ്സിൽ പോകാതിരുന്നാൽ എങ്ങനെ അറ്റൻഡൻസ് വേണ്ടേ? അമ്മ, മിസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കും, മിസ് ക്ലാസ്സിൽ കയറ്റത്തില്ല, അതുകൊണ്ട് പോകത്തില്ല. നല്ല പ്രിയപ്പെട്ടവരെ, ഞങ്ങള് മീറ്റിംഗ് കഴിഞ്ഞ് ഭവനത്തിൽ വന്നു. ഇവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയി കിടന്നു. പ്രിയപ്പെട്ടവനുള്ളപ്പോഴും ഞങ്ങൾ രാത്രി 1 മണിക്ക് ഞങ്ങൾ എഴുന്നേക്കും, അലാറം വെച്ച് 1 മണിക്ക് എഴുന്നേറ്റിട്ട് ഞങ്ങളുടെ മുട്ടുകളെ മടക്കും, ഞങ്ങൾ ഒരുമിച്ച് കരങ്ങൾ കോർക്കും. അപ്പനോട് പറയും, ചയൻ പോയെങ്കിലും ഇന്നും ആ പ്രാർത്ഥന തുടർന്നു കൊണ്ടുവരിക. രാത്രി 1 മണിക്ക് ഞാൻ എഴുന്നേറ്റിരുന്നു. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പനെ, നാളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കണം. എനിക്ക് എൻ്റെ കരങ്ങൾ ശൂന്യം, എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല, മറ്റുള്ളവരോട് ചോദിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് അപ്പനെ, നീ ഇതുവരെ നടത്തിയ ദൈവമാണ്, നിനക്ക് ഹിതമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള നീ കരുതണമെന്ന് പറയാനിടയായി. പ്രിയപ്പെട്ട ഒരു വെളുപ്പിന് 4:30 മണിക്ക് ഞാൻ ഉണർന്നു. ഞാൻ എൻ്റെ കിച്ചണില്, ഞങ്ങൾക്ക് 7 മണിക്ക് ഇവിടെ നിന്ന് പോകണം, കിച്ചണില് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചായന്റെ ഫോൺ ഒന്ന് റിങ് ചെയ്തു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറാ. ഞാൻ എടുത്തില്ല. 5 മണി 5:15 വീണ്ടും രണ്ടാമതൊന്നും കൂടെ റിങ് ചെയ്തപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തപ്പോഴേ ചോദിച്ചു, മിനി സിസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ആരാണ്? ഞങ്ങളെ മറന്നുപോയോ? ഇച്ചായന്റെ ഒരു ഫ്രണ്ടാ വിളിക്കുന്നത്, ബാബു എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, മിനി സിസ്റ്റർ എപ്പോഴാ ഡ്യൂട്ടിക്ക് പോണേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ 7 മണി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, കാരണം കുഞ്ഞുങ്ങൾക്ക് 8:30 ക്ലാസ് തുടങ്ങും. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഫോൺ വെച്ചു. പെട്ടെന്ന് ഞങ്ങള് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ തീർത്ത് കുളിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഹോണിംഗ് ബെൽ അടിക്കുക. ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ജനൽ വഴി നോക്കാരാണെന്ന്. നേരം പുലരുന്നതേ ഉള്ളൂ, 6 മണി 6:15 ആവുന്നതേ ഉള്ളൂ. അപ്പം കുഞ്ഞു നോക്കുമ്പോൾ ഒരു ചേട്ടനാമയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ഓടി കിച്ചണിലോട്ട് വന്നു. ഞാൻ ചെന്ന് ജനൽ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ഈ രാവിലെ എന്നെ വെളുപ്പിന് വിളിച്ച പ്രിയപ്പെട്ട ബാബു സഹോദരൻ ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് ഡോറ് തുറന്നു, അദ്ദേഹം കയറി വന്ന് സെറ്റിയിലിരുന്നു. ഞാനും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ചാരി നിന്നു. ഞാൻ ചോദിച്ചു, എന്തോ ബാബു ചേട്ടാ രാവിലെ തന്നെ പോകുന്നത്? നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് കടന്നു വന്നതാ. എപ്പോഴാ ഡ്യൂട്ടിക്ക് പോകണ്ടേ? അപ്പോ ഡ്യൂട്ടിക്ക് പോകാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ധൃതി കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, അന്ന് നിങ്ങളുടെ ജോലി നടക്കട്ടെ. ഞാൻ പെരുമ്പാവൂര്, പുള്ളിക്കാരന് കടയാ, നമ്മുടെ എന്തുവാ അരി പലവ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന കടയാ. പുള്ളിക്കാരൻ സാധനം എടുക്കാൻ വേണ്ടി പെരുമ്പാവൂര് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അന്ന് ഓക്കെ, നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും പ്രിയപ്പെട്ട ഒരു കവർ എടുത്തിട്ട് എൻ്റെ കരങ്ങളിൽ തരിക. ഞാൻ ചോദിച്ചു, ബാബു ചേട്ടാ എന്താ ഇത്? ഇതൊന്നുമല്ല, ഇത് ഇരിക്കട്ടെ,
ഞാൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും വേണ്ട, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല, തമ്പുരാൻ ഇതുവരെ നടത്തുന്നില്ല, ഒരു പ്രശ്നമില്ല, ഞങ്ങള് ഹാപ്പിയാ. ഇന്നലെ പ്രിയപ്പെട്ട ബലമായിട്ട് കരങ്ങളിലേക്ക് ആ കവർ വെച്ച് തന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, മിനി സിസ്റ്ററെ, ഇന്നലെ രാത്രി എന്റെ വൈഫ് മായ ഉറങ്ങിയിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഞങ്ങള് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മിനി സിസ്റ്റർ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ മായയുടെ മുന്നിൽ നിൽക്കുന്നത് മായ പല പ്രാവശ്യം കണ്ടു. ഞങ്ങള് രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയായിരുന്നു, എന്തോ പറ്റി എന്തോ പറ്റി. അതുകൊണ്ടാ രാവിലെ വിളിച്ചത്. ഞങ്ങള് കടയിലേക്കുള്ള സാധനം എടുക്കാൻ കുറച്ച് പൈസ ഞങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെ സാധനം അതിനു വേണ്ടി പൈസ എണ്ണുമ്പോഴും മിനി സിസ്റ്റർ മുട്ടയിൽ നിന്ന് കരയുന്നത് ഞങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയായി. എന്താണ് പ്രശ്നം, എന്താണ് കാരണമെന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി. ഞാൻ അപ്പോഴും പറഞ്ഞു, ഇല്ല ബ്രദറെ, ഒരു പ്രശ്നവുമില്ല, ഞങ്ങള് ഹാപ്പിയാ, എല്ലാ കാര്യങ്ങളും ഓക്കെയാ, ദൈവം ഞങ്ങളെ നടത്തുന്നു. നല്ല ബലമായിട്ട് കരങ്ങളിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, അതൊന്ന് എണ്ണി നോക്ക്. പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് 5800 രൂപയാ അന്ന് ഫീസിനും യൂണിഫോമിനും കൂടെ കൊടുക്കേണ്ടത്. നല്ല പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരൻ ഇരിക്കെ കവറ് തുറന്ന് എന്നെ കൊണ്ട് അത് എണ്ണി നോക്കാൻ പറയുന്നു. ഞാൻ എണ്ണി നോക്കുമ്പോൾ 6500 രൂപ കവറിലിട്ട് അദ്ദേഹം കരങ്ങളിൽ കൊണ്ടുവന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തട്ടെ, രാത്രിയുടെ യാമങ്ങളില് അപ്പനെ വിളിച്ച് കരഞ്ഞപ്പോൾ അങ്ങ് പൂപ്പാനിയുടെ ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവന്റെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങി. അതെ, കരുതുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, എന്റെ കർത്താവിന് വേണ്ടി അതെ തന്നിരിക്കുന്ന ആയുസ് എന്റെ അപ്പന് വേണ്ടി പെടാനുള്ളതാണ് ഈ ജീവിതം. ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും എവിടെയൊക്കെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പങ്കുവെക്കുവാൻ കിട്ടുന്നു, മായമില്ലാതെ കർത്താവിന്റെ വചനത്തെ പങ്കുവെക്കുവാൻ പഠിക്കുന്ന സമയത്ത് നവജീവിതത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, ഈ സ്റ്റേജിലൊക്കെ കയറി നിന്ന് പ്രസംഗിക്കുന്നത് ഒത്തിരി ആഗ്രഹിച്ചു. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അതെ, കർത്താവ് തന്റെ കുഞ്ഞുങ്ങളുടെ നല്ല ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമാണ്. ഇവിടെ ഞാൻ ഓർക്കുക, അതെ, ഈ അനേക പ്രഗത്ഭന്മാരുണ്ടായിട്ടും കഴിഞ്ഞ 2019 നമ്മുടെ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു കൺവെൻഷനാണ് നമ്മുടെ കുമ്പൻപാറ നിലവേ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ. അതെ, അവിടെയും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അനേക വിലയേറിയ പ്രിയപ്പെട്ട പ്രഗത്ഭരായവരോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കൺവെൻഷൻ സ്റ്റേജുകളിൽ മാറി മാറി നിന്ന് ഘോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും എടുത്ത് ഉപയോഗിച്ചു. എന്റെ കഴിവല്ലട്ടോ പ്രിയപ്പെട്ടവരെ, എന്റെ അപ്പൻ എന്നെ നിർത്തിയതാ. കാരണം നമ്മളെ ദൈവസന്നിധിയില് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം തരാൻ നമ്മുടെ ദൈവം മതിയായവനാ. വിളിച്ചിറക്കിയവൻ ഒരിക്കലും വഴിയിലിട്ടേച്ച് പോകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞപ്പോ ഞാൻ എന്റെ അപ്പനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പനെ, എന്തിനാ എന്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചത്? നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എങ്ങനെ ഈ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തും? ഞാൻ എങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കും? ഇന്നലെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴും അത് എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് വാരിക്കൊടുത്തിട്ട് രാത്രി ഒരു ദിവസം ഇങ്ങനെയാ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നും ഓർക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞു വന്നു, ഒരു സാറ്റർഡേ ഉച്ചവരെ ക്ലാസ് ഉണ്ട്. അവർ വന്നു, രാവിലെ ഒരു ഗ്ലാസ് അരി ഉണ്ട്, അതിട്ട് ഞാൻ വെച്ചു. ഞാൻ മിഷനിൽ കടന്നുപോയി. എന്റെ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാൻ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഉച്ച കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞു വന്നു, ഞാനും വന്നു. വൈകുന്നേരത്തേക്ക് ഒരു മോന് കൊടുക്കാനുള്ള ചോറുണ്ട്, ഒരു അരി പോലും ഞങ്ങളുടെ ഭവനത്തിലില്ല. എന്നാൽ രാത്രി ഞാൻ അത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്നും കൂടെ കഞ്ഞിയാക്കി എടുത്തിട്ട് രണ്ടുപേർക്കും കൂടെ കോരി കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഞങ്ങൾ റൂമിനകത്ത് കയറി കട്ടില് വലിച്ചിട്ടു. കട്ടിലിന് കീഴോട്ട് ഉരുണ്ടു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ 3 പേരും ഇരുന്ന് കരത്തോട് കരം കോർത്ത് പിടിച്ചു. എന്റെ ഇളയ കുഞ്ഞു പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, നാളെ അമ്മ മോനെ എന്താണെന്ന് വെച്ചാൽ വാങ്ങിത്തരാം. നല്ല പ്രിയപ്പെട്ടവരെ, രാത്രി ഞങ്ങൾ കിടന്നു. 1 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. ഞാൻ വീണ്ടും കിടന്നു. 2:30 മണിയായിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, വിശപ്പ് കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഈ കിച്ചണിലോട്ട് പോകണമെങ്കിൽ കട്ടില് ഇങ്ങോട്ട് വലിച്ചിടണം. കട്ടില് വലിച്ചാല് കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, കുറെ സമയം അങ്ങനെ ഇരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്നാൽ 2:30 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വീണ്ടും വിളിച്ചു. കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് ഞങ്ങൾ കട്ടില് പതുക്കെ സൗണ്ട് ഇല്ലാതെ വലിച്ച് അങ്ങോട്ട് മാറ്റി. എന്റെ കുഞ്ഞുങ്ങൾ വീണ്ടും ആ കട്ടിലിന് കീഴെ കിടന്നു. അത് കിച്ചണിൽ കടന്നു ചെന്നു. പ്ലാസ്റ്റിക് ബക്കറ്റിലിരുന്ന വെള്ളം, അത് പ്ലാസ്റ്റിക് മഗ് ഉപയോഗിച്ച് ഒരു മഗ് വെള്ളം എടുത്തിട്ട് അത് കുടിച്ചു. ഞാൻ അന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ കിച്ചണൊക്കെ ഒത്തിരി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പരുക്കനിട്ട ഒരു തറയാണ്. എന്നാൽ അവിടെ മുട്ടുമടക്കിട്ട് ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു,
അപ്പനെ നീ എനിക്ക് തന്ന വെള്ളത്തിനായിട്ട് സ്തോത്രം. അതെ, നീ ഇതുവരെ കരുതിയല്ലോ, നന്ദി അപ്പനെ. അങ്ങനെ ആ കപ്പ് വെള്ളം കുടിച്ച് ഞാൻ വീണ്ടും ഞങ്ങളുടെ റൂമിൽ വന്ന് കട്ടിൽ വലിച്ചിട്ട് ഞങ്ങൾ കിടന്നു. രാവിലെ എന്റെ കുഞ്ഞുങ്ങൾ ഉണർന്നു, ഞാനും ഉണർന്നു. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പറഞ്ഞയച്ചു. പോകാൻ നേരം അതുങ്ങൾക്കൊന്നും കൊടുത്തയക്കാനില്ല. ചുമ്മാ വെള്ളം ചൂടാക്കി അതുങ്ങൾക്ക് കൊടുത്തയച്ചു. അതുങ്ങൾ പോയി കഴിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇളയ കുഞ്ഞ് അല്ലാതെ കരഞ്ഞിട്ടാ കടന്നുപോയത്. എന്നാലും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സൺഡേ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്മ നിങ്ങൾക്കുള്ളതെല്ലാം ഒരുക്കി വെക്കാം എന്ന് പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കണമോ, ഞാൻ ഞങ്ങളുടെ വാടക വീടിന്റെ ഡോറൊക്കെയും അടച്ചിട്ട് ഇതാ കിച്ചണിൽ വന്നിരുന്നിട്ട് എന്റെ അപ്പനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പനെ എനിക്ക് ആരോടും ചോദിപ്പാനില്ല, എനിക്ക് തന്നവനെ അപ്പനാ നീയാ വിളിച്ചത്, ഞാൻ ആരെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പനെ നീ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതാൻ മതിയായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കണമോ, അതെ, എന്റെ കസിൻ ബ്രദർ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിയതാ. ഒരു പ്രാവശ്യം മുറ്റത്തിന് പുറത്തു വന്നു, പ്രിയപ്പെട്ടവർ പോകാൻ പറ്റുന്നില്ല. 4 പ്രാവശ്യം പ്രിയപ്പെട്ടവൻ ഗേറ്റ് വിട്ട് പുറത്തു പോകാൻ, അതെ, ആരാധനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. 4 പ്രാവശ്യവും പ്രിയപ്പെട്ടവന് പോകാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ ആന്റി ചോദിച്ചു, മോനെ എന്താ നീ ചർച്ചിൽ പോകുന്നില്ലേ? അമ്മേ, ഞാന് മിനിക്കൊച്ചിന്റെ അടുത്ത് വരെ ഒന്ന് പോകുക, മിനിക്കൊച്ചിന് എന്തോ വയ്യാന്ന് തോന്നുന്നു. ഇവരൊക്കെ അത്യാവശ്യ സാമ്പത്തികമുള്ളവരാ. എന്നാൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ വാടക വീട്ടിലോട്ട് അവർ കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു 9:30 മണിയായിട്ടുണ്ടാവും. എന്റെ വീടിന്റെ മോർണിംഗ് ബെൽ അടിക്കുന്ന കേട്ട് പെട്ടെന്ന് ഞാൻ മുഖം തുടച്ച് എഴുന്നേറ്റു. അത് ഞാൻ എന്റെ അപ്പനുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. മുഖം തുടച്ച് എഴുന്നേറ്റ് പെട്ടെന്ന് ജനൽ കർട്ടൻ മാറ്റി ചെന്ന് നോക്കുമ്പോൾ എന്റെ കസിൻ ബ്രദർ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഡോറ് തുറന്ന് ചെന്ന വഴി ചോദിച്ചത്, അവനെ നീ എന്തെടുക്കുക? ഞാൻ പറഞ്ഞു, ഇന്നൊരു ദിവസമല്ലേ ഞാൻ ഫ്രീ ഉള്ളൂ, ഇത്തിരി നേരം കിടക്കുകയായിരുന്നു. നീ എന്താ കരയുമായിരുന്നു? അല്ല, ഞാൻ കരയുമല്ലായിരുന്നു. വേഗം സിറ്റ് ഔട്ടിലോട്ട് കയറി ഇരുന്നു. നീ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിക്ക്. ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് പോയപ്പോൾ എനിക്കറിയാം ചായപ്പൊടിയില്ല, പഞ്ചസാരയില്ല. എന്റെ പ്രിയപ്പെട്ട ബ്രദർ എന്റെ പുറകെ വന്നു. എന്നിട്ട് ഞാനിങ്ങനെ വെള്ളം അടുപ്പേൽ വെക്കാൻ തുടങ്ങുക. പ്രിയപ്പെട്ടവൻ എല്ലാ പാത്രവും മാറി മാറി തുറന്നു നോക്കുക. എന്താണ് നീ അരി വെച്ചില്ലേ? ഇല്ല, ഞാൻ അരി വെച്ചില്ല. പ്രിയപ്പെട്ടവൻ തുറന്നു നോക്കിയപ്പോൾ എന്റെ പാത്രങ്ങളെല്ലാം ശൂന്യമാണ്. അങ്ങനെ നീ വെക്ക്, നിനക്ക് ഒരു വാക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു? ഞാൻ ചോദിച്ചു, എന്തിനാ? ഞാൻ ഇന്നലെ പ്രിയപ്പെട്ടവൻ നീ ചായ വെക്ക്, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് പ്രിയപ്പെട്ടവൻ വണ്ടി എടുത്ത് പുറത്തു പോയി. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, അതെ, കോതമംഗലത്ത് ചെന്ന് ഒരു വീട്ടിലേക്ക് ഒരു 3 മാസത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം, ഒരു ബേക്കറിയിൽ കിട്ടാവുന്ന ഐറ്റംസ് എല്ലാം, ഒരു പലചരക്ക് കടയിൽ കിട്ടാവുന്ന സാധനങ്ങളെല്ലാം, ഒരു ഫ്രൂട്ട്സ് സ്റ്റാളിൽ നിന്ന് കിട്ടാവുന്ന ഫ്രൂട്ട്സ് എല്ലാം ഒരു 3 മാസത്തേക്കെങ്കിലും കുറഞ്ഞത് ഉള്ളതുമായിട്ട് 1.5 മണിക്കൂറിന് ശേഷം പ്രിയപ്പെട്ടവൻ എന്റെ ഫോനത്തിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മോനെ നീ ഇതൊക്കെ എടുത്തു വെക്ക. ഞങ്ങൾ അതൊക്കെ എടുത്ത് അകത്ത് വെച്ചപ്പോഴേക്ക് എന്റെ കുഞ്ഞുങ്ങൾ സൺഡേ ക്ലാസ് കഴിഞ്ഞു വന്നു. എന്റെ ഇളയ കുഞ്ഞന്ന് രാവിലെ ആപ്പിള് ചോദിച്ചിട്ടാ സൺഡേ സ്കൂളിൽ പോയത്. നല്ല പ്രിയപ്പെട്ടവരോ ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ കുഞ്ഞ് കടന്നു വന്നപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞ സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടുന്നത് കാണുവാൻ എനിക്കിടെ. കാരണം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അപ്പ എന്ന് വിളിച്ചാൽ നമ്മുടെ വിളിക്ക് മുന്നിൽ ഓടിയെത്തുന്ന ഒരു പിതാവുണ്ട്. ഈ ലോകം, ഒരു പക്ഷേ ഈ ലോകത്തിലെ പിതാവ് നമ്മൾ വിളിച്ചാൽ ചിലപ്പോ വിളി കേട്ടേക്കാം, ചിലപ്പോ താമസിച്ച് വിളി കേട്ടേക്കാം, ചിലപ്പോ വന്നില്ലെന്ന് വന്നേക്കാം. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ഞാൻ വിളിക്കുന്ന എന്റെ അപ്പൻ, എന്റെ സ്വർഗത്തിലെ ദൈവം. ഞാൻ എന്റെ അപ്പനെ എന്നൊന്ന് വിളിച്ചാൽ ആ വെളിപ്പുറത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം, ആ ദൈവമായി ഇന്നും ഞങ്ങളെ നടത്തുന്നത്. ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തട്ടെ, എത്ര നല്ലവനായി ദൈവമല്ലേ, ഇതുവരെയും നടത്തിയല്ലോ. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒന്നുമില്ലായ്മയുടെ നാളുകളിൽ രോഗത്തിന്റെ അവസ്ഥയിൽ തീർന്നു പോകുന്നു എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ 3 മേഖലകളിൽ ഒക്കെയും തീർന്നു പോകാതെ ദൈവം എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പൻ എന്നെ കുറിച്ചൊരു പദ്ധതിയില്ലേ പ്രിയപ്പെട്ടവരെ? തീർച്ചയായിട്ടും എന്റെ അപ്പൻ എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനായിട്ടുള്ള പദ്ധതിയല്ല, നമ്മുടെ ക്ഷേമത്തിനായിട്ട് അവൻ ഒരുക്കുന്ന പദ്ധതിയായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ പിന്നാമ്പുറങ്ങളിലേക്ക് പലപ്പോഴും ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ്, ഡ്യൂട്ടി കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണമാണ്. എന്നാൽ പലപ്പോഴും ഞാൻ എൻ്റെ അപ്പനോട് ചിലപ്പോ ഒക്കെ ചോദിക്കും, അപ്പനെ നീ എന്നെ മറന്നുപോയോ? നല്ല പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, അതെ, ഞാനും എൻ്റെ അപ്പനുമായിട്ട് എനിക്ക് വിട്ടുപിരിയാത്തൊരു ബന്ധമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ കിടന്നു കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ എഴുന്നേക്കും, എൻ്റെ കുഞ്ഞുങ്ങളെയും വിളിക്കും. നല്ല പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, അനേക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തി, എല്ലാ സമൂഹത്തിലൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി.
ഏത് ദേശത്ത് എന്നെ നിന്ദിച്ചോ ആ ദേശത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ മടക്കി വരുത്തി. നിന്ദിച്ചവരുടെ മുന്നിൽ എന്റെ കർത്താവ് എന്നെ മാനിച്ചു നിർത്തി. പ്രിയപ്പെട്ടവരെ, അനേക വാതിലുകൾ അടഞ്ഞെടുത്ത് കണ്ടാൽ വഴിമാറി പോകുന്നവരുടെ മുന്നില് ഇന്നൊക്കെ അവരൊക്കെ മുന്നിൽ വന്ന് നിന്നിട്ട്, കുഞ്ഞെ ഞങ്ങൾ 4 പേര്, ഞങ്ങൾ 3 പേര് ജോലി ചെയ്താല് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നില്ലല്ലോ, മോനെ നീ ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെയാ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത്? ഇന്നലെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഉടയവൻ അത് എന്റെ അപ്പനാ. അവന്റെ സന്നിധിയിൽ ഒന്നിനും മുട്ടില്ലല്ലോ, അവനാ എന്നെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കണം, ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, എങ്ങനെയാ സിസ്റ്റർ 2 മക്കളെ ഇതുവരെ പഠിപ്പിച്ച് ഒരു വീട് വെച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ഒരു ജോലി ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്തിട്ട് എന്ത് കിട്ടാനാ, എന്താകാനാ, എന്താ ഇതിന്റെ പിന്നിലുള്ള കഥ എന്തെന്ന് അനേകര് ചോദിക്കുവാനായിട്ട് ഇടയാ തീർന്നു. ചില പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നവരൊക്കെ മുന്നിൽ എന്റെ അപ്പനെ മാറ്റമില്ലാതെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാൻ, എന്റെ അപ്പനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. പിന്നെ അമൃങ്ങളിലേക്ക് നോക്കുമ്പോൾ, അത് ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, അപ്പൻ കരുതിയ കരുതൽ ഓർക്കുമ്പോൾ, അപ്പൻ പോറ്റി പുലർത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, നന്ദി അപ്പനെ, നന്ദി. നടത്തിയ വിധങ്ങൾക്ക് നന്ദി, കരുതിയ കരുതലിന് നന്ദി, പോറ്റി പുലർത്തിയ വിധങ്ങൾക്ക് നന്ദി. ഇന്ന് ഞാൻ ഓർക്കുക, ആന്റി രാവിലെ ഞങ്ങൾ 10 മണിക്ക് ഒരുമിച്ച് മീറ്റിങ്ങിന് കയറാമെന്ന് വിചാരിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പലപ്പോഴും മീറ്റിങ്ങിന് കയറുമ്പോൾ ഇടയ്ക്ക് എൻ്റെ ഫോണ്, എൻ്റെ മൂത്ത മോൻ ഉപയോഗിച്ച ഫോണായത്, ഒത്തിരി പഴയ ഫോണാ. പലപ്പോഴും മീറ്റിങ്ങിന് മെസ്സേജ് ഒക്കെ കൊടുക്കാൻ ഓൺലൈൻ കയറുമ്പോൾ പലപ്പോഴും ഫോൺ കട്ടായി പോകും, ഫോൺ ഓഫായി പോകും, സ്വിച്ച് ഓഫ് ആയി പോകും. പെട്ടെന്ന് പിന്നെ അതൊന്ന് ഓണായി വരണമെങ്കിൽ ഒരു 2 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പൊ ഞാൻ കയറുന്നതിന് മുന്നേ കയറി കഴിയുമ്പോൾ തന്നെ പറയും, ഇടയ്ക്കൊന്ന് ഓഫ് ആയാൽ എൻ്റെ ഫോണിന്റെ പ്രശ്നമാണ് കേട്ടോ. ഇന്നിപ്പോ രാവിലെ ആന്റിക്ക് ഞാൻ മെസ്സേജ് ഇട്ട്, ഞങ്ങൾ 10 മണിക്ക് മീറ്റിംഗ് ഓക്കെ കണ്ടക്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴും അത് എൻ്റെ സൂം എൻ്റെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗൂഗിൾ മീറ്റാ ഞങ്ങൾ കയറാറ്. എന്നാൽ ഒത്തിരി സമയം എടുത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എൻ്റെ അപ്പനോടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പനോട് പ്രാർത്ഥിച്ചു, അപ്പനെ നിനക്ക് ഹിതമെങ്കിൽ മാത്രമേ മീറ്റിംഗ് ഓപ്പൺ ചെയ്യാവൂ, നിനക്ക് ഹിതമല്ലെങ്കിൽ ഒന്നും വേണ്ട കർത്താവേ, നിനക്ക് ഹിതമെങ്കിൽ മാത്രം എൻ്റെ ഫോൺ നോക്കിയാക്കി തരണം. പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തിട്ട് ഒത്തിരി പ്രാവശ്യം ഇത് കൂട്ടി വെച്ച് നോക്കി ഒരു ഫോൺ എടുക്കണമെന്ന്. രാവിലെ ഒത്തിരി ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യാനുണ്ട്. അതേ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യും, എന്നിട്ട് ഒത്തിരി പേർക്ക് മെസ്സേജ് അയക്കും. കാരണം ഒറീസയ്ക്ക് പോകാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ ഉണ്ടല്ലോ, അത് നിന്റെ ജീവിത പങ്കാളിയെ നീ നേടിയെടുക്കണം, നിന്റെ കുടുംബത്തെ നീ നേടിയെടുക്കണം, നിന്റെ കുഞ്ഞുങ്ങളെ നീ കർത്താവിന് വേണ്ടി നേടിയെടുക്കണം. നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന സഭയില്, അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന ജോലി സ്ഥാപനങ്ങളില് അത് നിനക്ക് എന്നെ പങ്കുവെച്ചു കൊടുക്കുവാൻ പറ്റുമല്ലോ കുഞ്ഞ്. അത് കർത്താവിന്റെ വേല കർത്താവ് മടുപ്പില്ലാതെ ചെയ്യുവാൻ അപ്പൻ എന്നെ സഹായിക്കുന്നു. അതിനായിട്ട് ഞാൻ എൻ്റെ അപ്പനെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ മധ്യത്തിലും ആയിരിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, അതെ, ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകം വിട്ട് കടന്നു പോകണം. നാം എങ്ങനെ ഭൂമിയുടെ പരപ്പിൽ കടന്നു വന്നു, അത് നഗ്നനായി നാം കടന്നു വന്നു, നഗ്നരായി തന്നെ കടന്നു പോകണം. പിന്നെ നമുക്ക് എന്ത് നമ്മുടെ കൂടെ പോരുമെന്ന് ചോദിച്ചാൽ ഞാൻ മെസ്സേജിനിടയിൽ പറയാറുണ്ട്, അതെ, നമ്മൾ നഗ്നരായി വന്നു, നഗ്നരായി തന്നെ പോകണം. എന്നാൽ നമ്മുടെ കൂടെ പോരുന്ന ഒന്നുണ്ട്, അതെ, നമ്മുടെ ചെയ്തികളും പ്രവർത്തികളും, അതെ, നീതിയുള്ള ന്യായാധിപതിയുടെ മുന്നിൽ ന്യായം വിധിക്കും വരെയും അത് നമ്മുടെ കൂടെ കാണും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും, എത്ര സമ്പത്ത് നേടിയെന്ന് പറഞ്ഞാലും, എത്ര സ്ഥാനമാനങ്ങൾ നേടിയെന്ന് പറഞ്ഞാലും എല്ലാം നാം ഇവിടെ ഇട്ടേച്ച് പോകണം. എന്നാൽ ഒന്നുണ്ട് പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞൊരു കാര്യം പോലെ തന്നെ, അതെ, കർത്താവ് ഒരുക്കുന്ന നിത്യമായ ഒരു ഭവനമുണ്ട്. അത് പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തട്ടെ. 33.5 തിരുവയസ്സില് അവസാന തുള്ളി രക്തം വരെയും ഞാൻ എങ്ങനെ ഓർക്കുന്നേ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പൻ ഊറ്റി, ഞാൻ മരിക്കേണ്ടിയ സ്ഥാനത്ത് എനിക്ക് പകരമായി എൻ്റെ അപ്പൻ മരണം ഏറ്റെടുത്തു. എന്നാൽ 3-ാം നാള് അതേ മരണത്തെ ഭേദിച്ച് റോമൻ കൈസരുടെ മുദ്രയെ പൊട്ടിച്ച് എൻ്റെ അപ്പൻ ഉയർത്തെഴുന്നേറ്റു. കല്ലറയിൽ എൻ്റെ അപ്പൻ ഒടുങ്ങിപ്പോയില്ല, ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എൻ്റെ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുക, കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുക.
ഞാൻ പോയി ഭവനം ഒരുക്കിയാല് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ഇങ്ങനെയാണല്ലോ. അതെ, ദൈവത്തിന്റെ സന്നിധിയില് അതെ അപ്പൻ ഒരുക്കുന്ന ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നതാ. പ്രിയപ്പെട്ടവരെ, അവിടേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായിരിക്കണം, വിശ്വസ്തരായിരിക്കണം നാം അപ്പന്റെ മുന്നില്. ഈ ലോകത്തില് ഞാൻ ഇങ്ങനെ ഓർക്കുക, ഞാൻ അനേകരോട് പറയുമ്പോൾ പറയാറുണ്ട്, എനിക്ക് നിങ്ങളെ എന്തും പറഞ്ഞ് ബോധ്യപ്പെടുത്താം, പക്ഷേ എൻ്റെ അപ്പന്റെ അത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുന്നില് അത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഒന്നും മറച്ചു വെക്കുവാനായിട്ട് കഴിയത്തില്ലല്ലോ. അത് ഹൃദയത്തെ ആരാഞ്ഞറിയുന്നവൻ എൻ്റെ അപ്പൻ, ഹൃദയത്തിന്റെ നിലവുകളെ ഉൾപ്പൂവുകളെ അറിയുന്ന എൻ്റെ അപ്പൻ, അവൻ എന്നെ അറിയുന്നു, അവൻ എന്നെ നടത്തുന്നു. ഒറ്റ വാഞ്ചയുള്ളൂ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തൊന്ന് മാറ്റപ്പെടും. പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിട്ട് ഒരു പ്രാർത്ഥന വിഷയം കൂടെ, അല്ലെങ്കിൽ ഒരു അത്ഭുത സാക്ഷ്യം കൂടെ ഞാൻ ചേർത്ത് വെച്ച് പറയാം. സമയം ഓടിച്ച് കടന്നു പോകുന്നല്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പേ പെട്ടെന്ന് എനിക്ക് സ്റ്റെയർ ഒക്കെ കയറുമ്പോൾ വല്ലാതെ കിതപ്പ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടിന്റെ അവസ്ഥ കടന്നു വന്നു. അതെ, അത്യാവശ്യ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കി എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ വീണ് പോകുമെന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ. അതെ പ്രിയപ്പെട്ട ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം രാത്രി എനിക്ക് ഒട്ടും കിടക്കുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറെ വിളിച്ചു. അതെ, ഞങ്ങള് എൻ്റെ ഡോക്ടർ രാജഗിരിയിലെ ഡോക്ടർക്ക് കോൾ ചെയ്തു. അതെ, പിറ്റേ ദിവസം ഞങ്ങൾ ഡോക്ടർ രാജഗിരിയിൽ ഞങ്ങൾ കടന്നു ചെന്ന് ഫിസിഷ്യനെ കണ്ടു. ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ അതെ ബ്ലഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് കാർഡിയോളജിക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ കാർഡിയോളജിയെ ചെന്ന് കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ദസൻ വർഗീസ് രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർ പെട്ടെന്ന് ECG എഴുതി. ECG നോക്കുമ്പോൾ ECGയിലെ വേരിയേഷൻ കാണിച്ചു. പെട്ടെന്ന് എക്കോ പറഞ്ഞു, എക്കോ ചെയ്തു, എക്കോയിലെ പ്രോബ്ലം. TMT പറഞ്ഞു, TMT ചെയ്തു, TMTയിലെ പ്രോബ്ലം. പെട്ടെന്ന് അവർ ആൻജിയോഗ്രാം സജസ്റ്റ് ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ ഇന്നുവരെ ഒന്നും കൂട്ടി വെച്ചിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഒന്നും പറയുക, ഒന്നും ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ആൻജിയോ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ പിറ്റേ ദിവസം ആൻജിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങി പോന്നു. 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ആൻജിയോഗ്രാമിന് വേണ്ടി കടന്നു ചെന്നു. ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്തു. അത് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹൃദയത്തിന്റെ ഭിത്തിക്ക് അല്പം കട്ടി കുറഞ്ഞിരിക്കുന്നു എന്ന ഡോക്ടർ കാരണം പറഞ്ഞു. ഞാൻ ആ റീസൺ ചോദിച്ചപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കോവിഡ് വാക്സിന്റെ ആയിരിക്കാം എന്ന് പറഞ്ഞു. അറിയത്തില്ല, എന്നാൽ മരുന്ന് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഏകദേശം 1 മാസക്കാലമായിട്ട് വളരെ ക്ഷീണത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നല്ല പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തട്ടെ, അതേപോലെ അനേക മക്കളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന എന്നെ വീണ്ടും കർത്താവ് എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നും എന്റെ അപ്പൻ എന്നെ നിർത്തിയിരിക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ നിന്ന് കൊടുത്താൽ അപ്പൻ നമ്മൾ ചെയ്തെടുത്തോളും. അപ്പന്റെ ഹിതം നമ്മളിൽ നിറവേറ്റാൻ വേണ്ടി നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു കർത്തവ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അനേകരുടെ മുന്നിൽ ഞങ്ങൾ ഒരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ അത് അന്ന് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നെങ്കിൽ ഇന്ന് അതൊരു ആശ്ചര്യചിഹ്നമാക്കി കുത്തും കോമയമാക്കി തീർക്കാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാ. അവനൊന്നും നടത്തി. പ്രിയമുള്ളവരെ, അതെ ഞാൻ പറയട്ടെ, 5ാം ക്ലാസ്സിലും 3ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന 2 മക്കള് ജീവിതം എന്തെന്നറിഞ്ഞില്ല, ജീവിതത്തിലെ സന്തോഷം എന്തെന്നറിഞ്ഞില്ല. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനായിട്ട് പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവനെ നേടിയെടുക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ കർത്താവ് എന്നെ അതിനു വേണ്ടി ഉപയോഗിച്ചു. ഞാൻ ഇന്നും ഓർക്കെ, എൻ്റെ പ്രിയപ്പെട്ടവൻ നിത്യതയില് എൻ്റെ അപ്പനോടൊപ്പം ഉണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇവിടെ വിട്ട് എൻ്റെ അപ്പന്റെ സന്നിധിയിൽ കടന്നേല. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവനെ എനിക്ക് മുഖാമുഖം കാണുവാൻ, എൻ്റെ അപ്പനോട് ഒരുമിച്ച് കാണുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തരും. എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടു സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, അതെ ഈ ലോകത്തിൽ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അതെപ്പോ വേണമെങ്കിലും തീർന്നു പോകാം, ഏത് നിമിഷം വേണമെങ്കിലും തീർന്നു പോകാം. എന്നാൽ മരണത്തിന്റെ തണുത്ത കരങ്ങൾ നമ്മെ കടന്നു പിടിക്കുന്നതിന് മുമ്പേ നമ്മിൽ ഏൽപ്പിച്ച കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. അത് അപ്പന്റെ സന്നിധിയില് അപ്പന്റെ നാമ മഹത്വത്തിനായി തീരണം. അനേകര് അപ്പൻ ആരെന്നറിയാതെ ഇന്നും അതെ ഇരുട്ടിൽ തപ്പി തടകിയ അവർക്ക് നാം ഒരു മാതൃകയായി തീരണ്ടേ, അവർക്ക് നാം ഒരു വെളിച്ചമായി നിൽക്കണ്ടേ. അത് ഞാനിന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പലപ്പോഴും എന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വീതം മാറ്റി വെക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവർ എന്നെ കാണിച്ചു തന്ന മാതൃകയാ. പ്രിയപ്പെട്ടവൻ ജോലി ചെയ്തു വരും, ഒരു ദിവസം കിട്ടുന്നത് 500 രൂപയാണ്. കടന്നു വരുമ്പോൾ അതെ കറക്റ്റ് വീട്ടിൽ വന്നിട്ട് അതെ 500 രൂപയിൽ മാറ്റി വെക്കും. 10.1 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. ഒരു കോയിൻ ബോക്സിന്, ഒരു കളക്ഷൻ ബോക്സിന് അത് ഇട്ട് വെക്കും. അത് നിറഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ,
ഏതെങ്കിലും മിഷണറി, ഏതെങ്കിലും സംഘടന സെക്രട്ടറിമാരെ വിളിക്കും, നേതൃത്വം കൊടുക്കുന്നവരെ വിളിക്കും. അവർ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ ആഘോഷം. കാരണം അതെ, അന്ന് മീനോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ വാങ്ങി ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി പ്രിയപ്പെട്ടവർ വരുമ്പോൾ അവർക്ക് ഈ ബോക്സ് എടുത്ത് കൊടുത്തിട്ട് അവരൊരു വാക്ക് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ. എന്നാലും പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ചില സമയങ്ങളിൽ വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ രാവിലെ ഓർക്കത്തില്ല, വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, ചായ നാളത്തേക്ക് അരിയില്ലല്ലോ, എന്ത് ചെയ്യണം? പിന്നെ ചായൻ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കയ്യിൽ ഇനി ക്യാഷ് ഒന്നും ഇല്ലല്ലോടി. അപ്പൊ ഞാൻ പറയും, ചായ നമ്മുടെ ബോക്സിൽ ഇരിക്കുന്നതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് പോയി അരി വാങ്ങി വാ. എന്റെ ചായൻ അന്നേരം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതെ, അത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണല്ലോ, അതിൽ നിന്നെടുത്ത് ആരും ചോദിക്കില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഞാൻ എൻ്റെ അപ്പന്റെ വേലയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതിന് എടുക്കത്തില്ല. ഒരു നേരം പട്ടിണി കിടന്നാലും ഞാൻ അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചായൻ കണക്കെഴുതി മാറ്റി വെച്ച് എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. ഞാൻ ഇന്ന് ഓർക്കുക, ഞാൻ പലരോടും പറയാറുണ്ട്, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സുഖവും ഈ സമൃദ്ധിയും ഈ സന്തോഷവും എല്ലാം ഒരു പക്ഷേ എൻ്റെ ഈ ചായൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അങ്ങനെ വാരിക്കൊടുത്തത് കൊണ്ടാകാം. അത് നീതിമാന്റെ സന്തതി അപ്പം ഇരക്കാൻ ദാവീദിന്റെ ദൈവം ഇടയാക്കുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവൻ അങ്ങനെ വാരിക്കോരി കൊടുത്ത് അത് മാതൃക കാണിച്ചു തന്നിട്ട് കടന്നു പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു മാസം ഞാനത് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവർ എന്നോട് പറയും, മോളെ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ, അല്ലെങ്കിൽ സിസ്റ്ററുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് മേടിച്ചില്ലെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയെ അത്രമാത്രം ഞാൻ സ്നേഹിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് കുറച്ച് പൈസ കൊടുത്തപ്പോൾ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, ഇത്രയും പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ അത് ഒത്തിരി ആവശ്യങ്ങളില്ല. ഞാൻ എന്നാലും പ്രിയപ്പെട്ടവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, 400 രൂപയും ഒരു ടൈപ്പ് മൊബൈലും വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ കടന്നു പോയെങ്കിൽ ഇതുവരെ 44 ലക്ഷം രൂപ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ പറഞ്ഞേക്കാൻ എൻ്റെ അപ്പൻ വഴിയൊരുക്കെങ്കിൽ എൻ്റെ അപ്പൻ ആർക്കും കടക്കാരനല്ലല്ലോ സഹോദര. എൻ്റെ അപ്പൻ ആർക്കും കടക്കാരനല്ലല്ലോ. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നവനാ. അവനോട് ചോദിച്ചാൽ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം അവൻ നടത്തുന്നു ദൈവമാ. അതുകൊണ്ട് നിങ്ങൾ ഇത് സ്വീകരിക്കണമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം തീർന്നു ഞാൻ കടന്നു പോകും. എന്നാൽ എനിക്കൊരു നിർബന്ധമുണ്ട്, എൻ്റെ അപ്പൻ ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്. ഇവിടെ എനിക്കൊരു പക്ഷേ ലോകം നോക്കുമ്പോൾ എനിക്ക് കണ്ണുനീരായിരിക്കാം, എനിക്ക് കഷ്ടതയായിരിക്കാം, എനിക്ക് കഷ്ടപ്പാടായിരിക്കാം, എനിക്ക് ദുഃഖമായിരിക്കാം, എനിക്ക് ഒറ്റപ്പെടലായിരിക്കാം, നീ ഒറ്റയ്ക്കായി പോയില്ലേ എന്ന് ചോദിക്കുന്നവരായിരിക്കാം. എന്നാൽ എനിക്കൊന്ന് പറയാനുണ്ട് പ്രിയമുള്ളവരെ. വെളിപ്പാട് പുസ്തകത്തിൽ എൻ്റെ അപ്പൻ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ ദൂതന്റെ കാൽക്കൽ വീണപ്പോൾ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലയോ യോഹന്നാനെ, നീ എൻ്റെ മുന്നിൽ വീഴണ്ട. അതെ, ഞാൻ നിനക്ക് സമസൃഷ്ടിയ. അതെ ദൈവത്തെ നമസ്കരിക്കുക, അത് ദൈവത്തിന്റെ മുന്നിലെ മുഴങ്കാലുകളെ മടക്കുക. അത് യോഹന്നാന് കാണിച്ചു കൊടുത്ത ഒരാത്മീയ, ഒരു നിത്യമായ ഒരു സ്വർഗം, നിത്യമായ ഒരു ഭവനം കാണിച്ചു കൊടുത്തല്ലോ. അപ്പൻ ഒരുക്കുന്ന ആ നിത്യമായ ഭവനം എനിക്കത് മാത്രമേ വാഞ്ചിയുള്ളൂ. ഇനിയുള്ള ആയുസ് അപ്പന് വേണ്ടി നിൽക്കണം. അനേകരെ അപ്പന് വേണ്ടി നേടിയെടുക്കണം. അപ്പൻ എപ്പോൾ അപ്പന്റെ വരവ് നടക്കുന്നു, അല്ല മരണത്തിന്റെ തണുത്ത കരങ്ങൾ എപ്പോൾ എന്നെ കടന്നു പിടിക്കുന്നുവോ, അപ്പൻ എന്നെ വിളിച്ചാല്, അപ്പന്റെ വരവ് നടന്നാൽ അപ്പനോട് കൂടെ എടുക്കപ്പെടണം. അല്ല മരണത്തിന്റെ തണുത്ത കരങ്ങൾ എന്നെ കടന്നു പിടിച്ചാല് അപ്പൻ ഒരുക്കുന്ന ആ നിത്യഭവനത്തില് അവിടെ കണ്ണുനീരില്ലല്ലോ, അവിടെ കഷ്ടതയില്ലല്ലോ, അവിടെ മുറവിളി ഇല്ലല്ലോ, അവിടെ ഞെരുക്കമില്ലല്ലോ, അവിടെ കുറ്റപ്പെടുത്തലില്ലല്ലോ, അവിടെ ഒറ്റപ്പെടലില്ലല്ലോ. അപ്പനോട് ഒരുമിച്ച് നിത്യമായ ഭവനത്തില്, ആ കുഞ്ഞാടിന്റെ പ്രശോഭിതമായിരിക്കുന്ന ഭവനത്തില് അപ്പനോട് കൂടെ വാഴുവാൻ, അതാ എൻ്റെ ജീവിതത്തിന്റെ വലിയ കൊതി. ഈ ലോകത്തിൽ എൻ്റെ കഷ്ടത എനിക്കുണ്ടായിക്കോട്ടെ, കണ്ണുനീര് എനിക്കുണ്ടായിക്കോട്ടെ, ദുഃഖം എനിക്കുണ്ടായിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്നാൽ എൻ്റെ അപ്പൻ ഒരുക്കുന്ന ഭവനത്തിന്, എൻ്റെ അപ്പനൊരുക്കുന്ന ഭവനം എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ എനിക്ക് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമേ എൻ്റെ ജീവിതത്തിന്റെ വാഞ്ച. എൻ്റെ അപ്പന്റെ സന്നിധിയില്, എൻ്റെ അപ്പനൊരുക്കുന്ന ഭവനത്തില് അപ്പനോടുകൂടി യുഗായുഗങ്ങൾ വാഴ എനിക്കൊരു ഭാഗ്യം വേണം. അപ്പനെ നീ അതിനായിട്ട് എന്നെ ഒരുക്കണം. നിന്റെ നിത്യമായ ഭവനത്തില് നിന്നോടുകൂടെ നീ എന്നെ ചേർക്കണം. അപ്പ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പലപ്പോഴും എൻ്റെ പപ്പ എന്നോട് പറയാറുണ്ട്, കുഞ്ഞ് മോനെ, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ, ആരുടെയും മനസ്സ് വേദനിക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും എൻ്റെ കുഞ്ഞിന് എന്താ ഇങ്ങനെ. എന്നാലും ഞാൻ എൻ്റെ പപ്പയോട് പറയുന്ന ഒരു കാര്യമുണ്ട്,
അപ്പ എന്റെ അപ്പൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാ. പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, കഴിഞ്ഞ ഡിസംബർ മാസം 16-ാം തീയതി ഇന്ന് രാവിലെ ഞാൻ എന്റെ മൂത്ത കുഞ്ഞു വിളിച്ചപ്പോ പറയുകയായിരുന്നു, അതെ എന്റെ പ്രിയപ്പെട്ട അമ്മച്ചി കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 16-ാം തീയതി പെട്ടെന്നൊരു വയറുവേദന വന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാ. പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിട്ട് രാത്രി ഞങ്ങള് ചെറിയൊരു വയറുവേദന ഞങ്ങൾ കാഷ്വാലിറ്റി കാണിച്ചു. അത് പെട്ടെന്ന് അമ്മയുടെ ബി പി ഒന്ന് കുറഞ്ഞു. പെട്ടെന്ന് അവര് നോക്കുമ്പോൾ BP ലോ ആയി. അപ്പോൾ മമ്മി ബി പിക്ക് മെഡിസിൻ എടുക്കുന്നതാ. എന്നാൽ രാത്രി ഒരു 11:30 കഴിഞ്ഞപ്പോൾ അത് ICUവിലേക്ക് ആക്കി. പിറ്റേ ദിവസം CT ക്ക് വേണ്ടി അമ്മയെ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. ഞാനായിരുന്നു അവിടെ നിന്നത്. എന്നാൽ പ്രിയപ്പെട്ട ഒരു പ്രശ്നവുമില്ല, BP നോർമലായ മാത്രം മതി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങളായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് പെട്ടെന്ന് യൂറിൻ പോയിട്ടുണ്ടായില്ല. അവര് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാലും പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ ഒത്തിരി പ്രാവശ്യം കയറി എൻ്റെ അമ്മച്ചിയെ കണ്ടു. ലാസ്റ്റ് എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ഞങ്ങൾ ബില്ല് അടച്ചിട്ട് അമ്മച്ചിയുടെ അടുത്ത് അമ്മയുടെ ചേച്ചിയുടെ മോന് ഞാനും കൂടെ കയറി. അത് ഞങ്ങൾ ചെന്ന് കണ്ടു, അമ്മച്ചിയോട് സംസാരിച്ചു. അപ്പൊ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോൻ ഒത്തിരി കടമല്ലേ, കുഞ്ഞു പോയതിന്റെ ഒത്തിരി ബാധ്യത നിനക്കില്ലേ, അമ്മച്ചി ഇവിടെ കിടന്ന് ഒത്തിരി പൈസ ആകത്തില്ലേ മോന്റെ കയ്യിൽ എവിടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി അത് ഓർത്ത് വിഷമിക്കണ്ട, അമ്മച്ചിക്ക് എന്ത് ചെയ്തു തരണം, എന്ത് ട്രീറ്റ്മെന്റ് വേണോ അത് നടത്താൻ ദൈവം എന്നെ ഉപയോഗിക്കും, അമ്മച്ചി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയാനിടയായിരുന്നു. എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതെന്റെ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കുക. കാരണം ഇവിടെ വന്നാലും ഞങ്ങളുടെ അടുത്ത് ഓടി വരും. എൻ്റെ സൗണ്ട് ഒന്ന് മാറിയാൽ ഓടി വരും. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വിളിക്കണം, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വിളിക്കണം, അത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോന്നറിയാൻ വിളിക്കും, മീറ്റിങ്ങിന് പോകുവാണെങ്കിൽ വിളിക്കണം, മീറ്റിംഗ് കഴിഞ്ഞ് ഭവനത്തിൽ വരുമ്പോൾ വിളിക്കണം. അതിന് തന്നെ കുത്തി വിളിക്കാൻ അറിയത്തില്ല. ഞാൻ വിളിച്ചില്ലെങ്കിൽ അയൽവക്കത്ത് വീട്ടിലോട്ട് ഫോൺ എടുത്തോണ്ട് ഓടും. അങ്ങനെയാ. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഭവനത്തിലോട്ട് ആഴ്ചയിൽ ഓടി ഓടി വരും. നല്ല പ്രിയപ്പെട്ടവരെ, വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ എൻ്റെ അമ്മച്ചി കൈ കൂപ്പി, എൻ്റെ യേശുപ്പാ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളനെ, എൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചോളനെ. ഞാൻ ഓർക്കുക, അത് 30 വയസ്സ് തികയുന്നതിന് മുമ്പ് ഞാൻ വിധവയായതാ. ഈ ലോകത്തിന്റെ ഒത്തിരി 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 ഇമ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അമ്മച്ചി എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ, കർത്താവ് നിന്നെ കാത്തോളും, അപ്പൻ നിന്നെ സൂക്ഷിച്ചോളും. ഞാൻ ഇന്നും ഓർക്കുക, തെറ്റിപ്പോകാതെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ വീണു പോകാതെ ഞാൻ ഇന്നായിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. എന്നാൽ അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയോട് സംസാരിച്ചു. അത് ഞാൻ പറഞ്ഞു, അമ്മച്ചി വിഷമിക്കേണ്ട, അമ്മച്ചി പ്രാർത്ഥിച്ചു. മോനെ, നിനക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. എന്നാൽ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഹോസ്പിറ്റലിലല്ലേ, ഒത്തിരി സമയം അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാനുണ്ടല്ലോ, അമ്മച്ചി പ്രാർത്ഥിച്ചോ. എൻ്റെ അമ്മച്ചി കരങ്ങളും കൂപ്പി കിടക്കുന്നത് കണ്ടിട്ടാ ഞാനും അമ്മയുടെ ചേച്ചിയുടെ മോനും ഞാനും കൂടെ പുറത്തിറങ്ങിയത്. എന്നാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫ് ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ അൺകോൺഷ്യസ് എന്ന് പറയാനിടയായി തീർന്നു. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ എൻ്റെ അമ്മ അൺകോൺഷ്യസാ. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മച്ചി എവിടേക്ക് പ്രിയം വെച്ചോ അവിടേക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയും കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നാൾ വരെയും പിന്നാമ്പുറങ്ങളിൽ അമ്മ താണു പോകാതെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങള് ചാച്ചാമ്മച്ചി വിളിക്കുന്നത്. ചാച്ചാമ്മച്ചി ഉണ്ടായിരുന്നു മോനെ. എന്നാല് ചാച്ചാമ്മച്ചി ഇവിടേക്ക് പ്രിയം വെച്ച് അവിടേക്ക് കടന്നു പോയല്ലോ. അതുകൊണ്ട് ഓരോ പേരൻസിന്റെയും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന മോനെ മക്കൾക്ക് വലിയൊരു കോട്ടയാ. അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ എന്നെ വിളിക്കുന്ന മിനിയമ്മ. അതുകൊണ്ട് മിനിയമ്മ ഒരു കാര്യം ചെയ്യാ, മോന് കുഞ്ഞാവയ്ക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കാം. അമ്മേനെ കൊണ്ട് അത്രയൊക്കെയല്ലേ ചെയ്യാനെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇന്നലെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നോർക്ക് എൻ്റെ കുഞ്ഞു വിളിക്കുമ്പോൾ എന്നോട് പറയും, അമ്മ, അനേക കുഞ്ഞുങ്ങൾ അവിടെ വന്നിട്ട് വഴിതെറ്റി പോകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടമ്മേ എന്ന് പറയാൻ. എന്നാലും ഞാൻ എൻ്റെ അപ്പനോട് പറയുന്ന ഒരു കാര്യമില്ല, അപ്പനെ നിനക്ക് ഹിതമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അയക്കാവോളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പൻ എൻ്റെ കുഞ്ഞിനെ അയച്ചു. ഇപ്പൊ ഞാനെന്ന് പറയുന്നു, എൻ്റെ കുഞ്ഞിനെ അപ്പൻ അവിടെ നിന്ന് കരുതിക്കൊള്ളണം, വീണ് പോകാതെ തെറ്റിപ്പോകാതെ അപ്പനെ നോക്കി ഓടാൻ. ഞാൻ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ നോട്ടം ക്രിസ്തുവിലും നമ്മുടെ ലക്ഷ്യം നിത്യതയുമായിരിക്കണം. അത് വിട്ടു പോകരുത് കേട്ടോ മോനെ. കരയുന്നവന്റെ കണ്ണുനീരൊപ്പാൻ നമുക്ക് കഴിയണം. അപ്പ കാണിച്ചു തന്ന ഒരു മാതൃക, അപ്പ പരിചയപ്പെടുത്തിയ ഒരു ദൈവം, എൻ്റെ അപ്പയുടെ ദൈവം, ഞങ്ങളുടെ ദൈവം, എൻ്റെ അമ്മയുടെ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറയാൻ കുഞ്ഞുങ്ങൾക്കിടയായി തീരണം. അത് മാത്രമേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ആ അമ്മയെ ഇതുവരെ നടത്തിയ ദൈവം, ഇതുവരെയും നിങ്ങളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ അമ്മയെ നിർത്തി ഉപയോഗിച്ച ദൈവം, ആ ദൈവം വിശ്വസ്തന. അപ്പനെ പിൻപറ്റാതെ അപ്പന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ, അപ്പനോട് ചേർന്നിരിക്കാൻ
പറ്റുന്ന സമയങ്ങളിലൊക്കെയും അപ്പന്റെ നാമത്തെ ഉയർത്തുവാൻ, കിട്ടുന്നിടങ്ങളിലൊക്കെയും അപ്പനെ സാക്ഷീകരിക്കാൻ, അത് മാത്രമേ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തട്ടെ, അതെ, ഇന്ന് 2 കുഞ്ഞുങ്ങളും ഇതുവരെയും ഡിഗ്രി വരെയും പഠിക്കാൻ സ്വർഗത്തിന്റെ ദൈവം ഭാഗ്യം തന്നല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതുവരെയും അതെ ഒരു പാവിരിച്ചാല ഓടി വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ, പ്രാർത്ഥന ലീഡ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം എന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നു. എന്റെ കഴിവല്ലാട്ടോ പ്രിയപ്പെട്ടവരെ, അത് കണ്ണുനീരോടെ വിതച്ച ആർപ്പോടെ പോയി എന്നൊരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ദൈവം എത്ര വിശ്വസ്തനാ, ഈ ദൈവം എത്ര വലിയവനാ, ഈ ദൈവം എത്ര നല്ലവനാ. ഒന്നുമല്ലാതിരുന്ന എന്നെ ഇതുവരെ സ്വർഗത്തിലെ ദൈവം നിർത്തിയെങ്കിൽ, അതെ, കുഴി വെട്ടേണ്ടുന്ന സ്ഥാനത്ത് മരണത്തിന്റെ മക്കിൽ നിന്ന് എന്നെ ദൈവം കരങ്ങളിൽ കോരിയെടുത്ത് ഇതുവരെയും കൊണ്ടെത്തിച്ചെങ്കിൽ, എന്റെ അപ്പൻ എന്നെ കുറിച്ചൊരു പദ്ധതി ഇല്ല. എന്റെ അപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ, എന്റെ അപ്പന്റെ ഇഷ്ടം എന്നിൽ നിറവേറാൻ ഞാൻ എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ കൂട്ടു സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയില് എന്നെ ഓർക്കണം, പ്രാർത്ഥിക്കണം. വേറെ ഒന്നുമല്ല, ഈ ലോകത്തിന്റെ സുഖത്തിനോ സമ്പത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയല്ല. എന്റെ അപ്പന്റെ നാമത്തെ ഉയർത്തുവാൻ, എന്റെ അപ്പന്റെ നാമത്തെ ഉയർത്തുവാൻ, അപ്പൻ ഒരുക്കുന്ന നിത്യതയെ ലക്ഷ്യം വെച്ചോടുവാൻ, അനേക ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ, ഒരു ചെറിയ മെഴുകുതിരിയായി നിൽപ്പാൻ, അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ മൂത്ത മോന്റെ പേര് ബേസിൽ എന്നാണ്, എന്റെ ഇളയ കുഞ്ഞ് ബ്ലസൻ എന്നാണ്. അവനിപ്പോ IELTS ചെയ്യുന്നു. പ്രത്യേകം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എനിക്ക് ഇതുപോലൊരു അവസരം തന്ന പ്രിയപ്പെട്ട ആന്റിയോടും കുടുംബത്തോടും പ്രയർ ഫെലോഷിപ്പിലുള്ള എല്ലാവരോടും ദൈവനാമത്തിൽ എനിക്കുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അതെ, ഈ ദൈവം എത്ര നല്ലവൻ, ഈ ദൈവം എത്ര വിശ്വസ്തൻ. ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ഇത് 2-3 പാർട്ടൊക്കെ ആക്കാൻ പറ്റിയ നിലയിൽ 2-3 പാർട്ടാക്കാൻ ഉണ്ട് ഈ സാക്ഷ്യം. എനിക്കറിയാം പറഞ്ഞു തീർന്നിട്ടില്ല എന്ന്. ഇനിയും ജീവിതത്തിൽ 1000 സാക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങളെ നമുക്ക് വർണ്ണിച്ചാൽ, എത്ര വർണ്ണിച്ചാലും നാവ് പോരാ. പാട്ടുകാരൻ പറയുന്നത്, വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ നാവ് പോരായേ നാഥൻ ചെയ്ത ഉപകാരങ്ങളെ. അത്രമാത്രം അനേകരുടെ ഇടയിൽ ഇനിയും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഒരു ഉത്തമ സാക്ഷിയായി നിൽപ്പാൻ ഇടയാക്കട്ടെ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഓരോ ഘട്ടങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടത്. 30 വയസ്സിൽ ഭർത്താവ് മരിക്കും മുൻപേ ക്യാൻസർ രോഗത്തിൽ പിടിപെട്ടു. 43 ദിവസം വെന്റിലേറ്റർ കിടന്നു. വീണ്ടും പാമ്പിൻ്റെതായ കടിയേൽക്കുന്നു. അവിടെ നിന്നും സ്വന്തം ഭർത്താവിന്റെ മരണം, മോന്റെ രോഗാവസ്ഥ, എല്ലാം തരണം ചെയ്ത് അതിനെ അതിജീവിച്ച് ഇത്രത്തോളം എത്തുവാൻ സ്വർഗത്തിലെ ദൈവമാണ് കൃപ നൽകിയത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്ററിനെ കർത്താവ് ഉപയോഗിക്കും. തീർച്ചയായിട്ടും സിസ്റ്ററിനെ കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അനേകായിരങ്ങളെ നേടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ആശ്വാസ വചനങ്ങൾ ആമേൻ ആ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാതിരിക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് തരുവാൻ കഴിയുന്ന ആശ്വാസം അവൻ ലോകം തരുന്നതിനേക്കാൾ വലുതാണ്. അവൻ ആശ്വാസം മാത്രമല്ല, സകല നന്മകളുടെയും ഉറവിടമായവൻ നമ്മെ ഇത്രത്തോളം നിർത്തുന്നല്ലോ. അനാഥരെയും വിധവമാരെയും കൈപിടിച്ച് നടത്തുന്ന കർത്താവ. അവൻ ആരെയും ഹല്ലേലൂയ അവൻ അനാഥരായി വിടുന്ന ദൈവമല്ല. അതുകൊണ്ട് അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ആമേൻ കർത്താവ് നൽകിയിരിക്കുന്ന ഈ വീറോടെ, ഈ വിശുദ്ധിയോടെ, ഈ വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി അധികമായി ഹല്ലേലൂയ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ആമേൻ പിന്നെയും കർത്താവ് ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയാൽ നമ്മുടെ സെക്ഷൻ ഇന്നിവിടെ അവസാനിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ദാസിക്ക് വേണ്ടി സ്തോത്രം. അനുഗ്രഹീതമായ സാക്ഷ്യം കേൾപ്പിച്ചല്ലോ. ഇത് കേൾക്കപ്പെടുന്ന ഓരോ ഹൃദയങ്ങൾക്കും കർത്താവെ അവരുടെ മനസ്സിൽ തട്ടി, കർത്താവെ ദൈവത്തിലുള്ള വിശ്വാസവും കർത്താവിനുള്ള അർപ്പണവും ആഴമാകുവാൻ, ദൈവത്തിലുള്ള ആശ്രയബോധം വീണ്ടും വർദ്ധിച്ചു വരുവാൻ കാരണമാക്കണം. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. തന്റെ ദാസിയുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സൂക്ഷിക്കണം. അവരുടെ ഭാവിയെ കർത്താവ് കരുതിയിരിക്കുകയായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.